അതെങ്ങനെയുണ്ടാവും? വൈ ഓൾഡ് വെഹിക്കിൾസ് ഫീൽ മോർ പ്രീമിയം? അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, അത് നല്ലൊരു ചോദ്യമാണ്, പക്ഷെ അതിനെ കുറച്ചും കൂടെ മാറ്റി ഞാൻ ചിന്തിച്ച് ചോദ്യം ചോദിക്കാം. നമുക്ക് അത് പറയാം, സംസാരിക്കാം. അതായത് പറഞ്ഞോ. നമ്മുടെ വീട്ടിൽ നമുക്ക് 6 വണ്ടികളുണ്ട്. 6 എണ്ണത്തിൽ 4 വണ്ടികൾ ഒരു പുതിയ വണ്ടികളാണ്. ഒരു 2010 ശേഷമുള്ള 18 ശേഷമുള്ള വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. മൊത്തം 4 വണ്ടികൾ. പക്ഷെ 2 വണ്ടികൾ നമ്മുടെ അതിന് മുമ്പുള്ള വണ്ടികളുണ്ട്. അതായത് ആക്റ്റീവ 2013 ഇറങ്ങിയതാണ്, എസ്റ്റീം 2004 മോഡലാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, ഈ പഴയ വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മുടെ പുതിയ വണ്ടികൾ ഓടിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനെന്തോ ഒരു ഫീല് കൂടുതലുള്ളത് തോന്നുന്നുണ്ട്. പൊന്നൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് അത്. ഈ വണ്ടികളും ഞാൻ എന്താണെന്ന് അറിയോ, ഇതിൽ നീ ഫീലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിലപ്പോൾ പറയില്ല, ചില പാട്ടുകൾക്ക് ആത്മാവുണ്ടെന്ന്. ചില പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഒരു ജീവൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന അതിനൊരു പ്രത്യേക ഒരു ആത്മാവുണ്ടെന്ന് ഞാൻ അതിനെ പറയുന്നത്. അതേ കാര്യം തന്നെ എനിക്ക് പറയുന്നത്, ഈ പഴയ വണ്ടികൾക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ആത്മാവ്. ഇതേപോലെ ഞാൻ ഓടിച്ചിട്ടുള്ള കുറേ പഴയ വാഹനങ്ങൾ, പുതിയതും കുറേ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ പുത്തൻ വണ്ടികൾ ഓടിക്കും തോറും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന് ജസ്റ്റ് ഒരു ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഏറ്റവും ടെക്നോളജി കുത്തി നിറച്ച് A to Bയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധനം എന്ന രീതിയിലേക്ക് ഈ വാഹനങ്ങൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പഴയ സാധനങ്ങൾ ഓടിക്കുമ്പോൾ എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ പറഞ്ഞില്ല, അതേ ആ പാട്ടുകൾക്ക് ആത്മാവുണ്ടെന്ന് പറയുന്ന പോലെയാണ്. കാരണം ആ പാട്ടുകൾക്ക് ആത്മാവ് പറഞ്ഞാൽ ഇന്നത്തെ പാട്ടുകൾ നമ്മൾ കേട്ട് ഓർത്തിരിക്കാറില്ല, പക്ഷെ പണ്ടത്തെ പാട്ടുകൾ കേട്ട് ഓർത്തിരിക്കാറില്ല. അതായത് അതുണ്ടാക്കിയ ആൾക്കാർ അതിൽ കുറച്ചും കൂടെ അവരുടെ കലയും അവരുടെ മനസ്സും അവരുടെ ത്യാഗവും സമർപ്പിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ സംഭവത്തെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതും അതേപോലെയാണ്. കാരണം പണ്ട് കണ്ടമാനം വണ്ടികൾ ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഇറക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഏറ്റവും അന്നത്തെ കാലത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഇത് തികച്ച് കുത്തി നിറച്ച് ആൾക്കാർക്ക്, അതായത് ആ വണ്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടി നമ്മൾ പണ്ടൊരു ആനയെ കിട്ടുന്ന നമുക്ക് ഒരു ആനയെ വാങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഒരു കുതിരയെ വാങ്ങുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് തരണം. കാരണം വണ്ടികളുടെ എണ്ണം കുറവാണ്, വാങ്ങുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൂടുതലും മെറ്റലുകളായിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ ഈ സംഭവം മുഴുവൻ കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു. ഇതപ്പോൾ എന്താണെന്ന് പറയുക, സാധനങ്ങൾ പാർട്സ് എല്ലാം ചീപ്പായിട്ട് ഇറങ്ങാൻ തുടങ്ങി. അതായത് ചെറിയ പ്രൈസിൽ സംഭവം. നമ്മൾ ബിസിനസ്സിൽ നോക്കി കഴിഞ്ഞാൽ പൈസ കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി ആൾക്കാർക്ക് മാറ്റാനും നന്നാക്കാനും എളുപ്പമാണ് ഒരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതിലൂടെ എന്താ സംഭവിച്ചാൽ ആ വണ്ടിയുടെ ആത്മാവിന് നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ എസ്റ്റീമിൽ ഇരിക്കുന്ന സമയത്ത് അതിലുപയോഗിച്ച മെറ്റീരിയൽ, ആ സ്റ്റിയറിങ്ങിലുള്ള സാധനം, ഡാഷ്ബോർഡിലുള്ള സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്, അതിലിരിക്കുമ്പോൾ ആ വണ്ടി ഒരു 26 വർഷം, എത്ര വർഷം പഴക്കമുണ്ട്? 20 വർഷമോ? 22 വർഷം പഴക്കത്തിൻ്റെ ആ വണ്ടിക്ക് അതിൻ്റേതായുണ്ട്. കാരണം അതിൻ്റേതായ എഞ്ചിൻ്റെ വിഷയം. പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മൾ ആ വണ്ടിയായിട്ട് നമ്മൾ ശരിക്കും ബന്ധപ്പെട്ടിരിക്കാൻ തോന്നുന്നു. കാരണം ആ വണ്ടിയുടെ ഓരോ അനക്കങ്ങളും ഇന്നത്തെ വണ്ടികളെ സംബന്ധിച്ചോളം ഇപ്പോൾ റിഫൈൻ ചെയ്ത് കാരണം എൻജിൻ ഓണാന്ന് പോലും നമുക്കറിയാത്ത പക്ഷേ മാറിയിരിക്കാൻ. നമ്മൾ അതേസമയം നമ്മൾ ആ വണ്ടിയിൽ കയറി ഇരിക്കും, വണ്ടി കീ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ക്ലച്ചിൻ്റെ ഒരു ലാഗ്, ആക്സിലേറ്ററിൻ്റെ ഒരു ലാഗ്, നമ്മൾ എന്നിട്ട് അതിൻ്റെ ഫ്രിക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലച്ച് കാലെടുക്കുമ്പോഴേ ഒരൊറ്റ പോക്കാണ്, നമ്മളൊന്നും അറിയണ്ട, ആക്സിലേറ്റർ പോലും കൊടുക്കണ്ട, വണ്ടി ആ ക്ലച്ചിൽ പോയിക്കോളും. ഇതിലെന്താ വെച്ചാൽ നമ്മളാ പോയിന്റ് കണ്ടുപിടിക്കണം, ആ പോയിന്റ് കിട്ടാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആ വണ്ടിയുമായിട്ട് നല്ല ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ വണ്ടിയുടെ ഓരോ അനക്കങ്ങളും ഒച്ചയും ഇതെല്ലാം നമ്മളായിട്ട് ബന്ധപ്പെട്ടു. അപ്പം എന്താ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പഴയ വണ്ടികൾ കുറച്ചും കൂടെ നമുക്ക് അതിനൊരു ആത്മാവുള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ സംഭവം ടോപ്പിക്ക് ചിന്തിച്ച് തന്നെ അംബാസിഡറിൻ്റെ പഴയ ബൈക്കുകളുടെ ഒക്കെ കാര്യം വിചാരിച്ചത്. കാരണം ആ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇതാണ് അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ആ വാഹനങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആത്മാവെന്നുകൊണ്ട് ഉദ്ദേശിച്ച കാര്യം. ആ വണ്ടിക്കുള്ളൊരു ക്യാരക്ടറാണ്. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അതിന്റെ മെക്കാനിക്സ് ഭയങ്കര സിമ്പിളാണ് പഴയ വാഹനങ്ങളുടെ. അതൊരു വലിയൊരു കാര്യമാണ്. അതിൽ വലിയ ടെക്നോളജി കുത്തി നിറച്ചിട്ടില്ല. ടെക്നോളജി കുത്തി നിറയ്ക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെ
ഏറ്റവും ലക്ഷൂറിയസ് ആക്കാന്ന് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങളിൽ ടെക്നോളജി കുത്തിക്കയറ്റുന്നത് നമ്മൾ ഓടിക്കുന്ന ആളുടെ സൗകര്യത്തിന് വേണ്ടി. പക്ഷെ അവര് ലക്ഷറി എന്ന് പറഞ്ഞൊരു മറയിൽ ഈ സാധനത്തെ പലതിനെയും വിൽക്കുകയാണ്. അതെ, അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ലക്ഷറി കൊടുക്കുന്ന എന്താണ്, ഡ്രൈവറിന് ഓടിക്കുന്ന വ്യക്തികൾ അതിൽ പോകുന്ന വ്യക്തിക്ക് ഏറ്റവും സുഖകരമായിട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർ എന്ത് ചെയ്യുന്നത്, എഞ്ചിനെ ഏറ്റവും വൈബ്രേഷൻ ഫ്രീ ആക്കാൻ നോക്കും. സ്റ്റിയറിംഗ് ഒന്നും ഒരു തൊട്ടാ തിരിയുന്ന രീതിയിൽ അങ്ങനത്തെ അത്ര ഇതായിട്ടുള്ള രീതിയിലാകും. പിന്നെ സസ്പെൻഷൻ അങ്ങനത്തെ സസ്പെൻഷൻ ആക്കും. ഇതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന ആൾക്കാർ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ക്യാരക്ടർ ഇല്ല, നമ്മൾ എൻഗേജ് അല്ല. അതായത് വണ്ടി ഇപ്പൊ ഇറങ്ങുന്ന ഒട്ടുമിക്ക വണ്ടികൾ, എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലോഗോയ്ക്കും കളറിനൊക്കെ ഉള്ള വ്യത്യാസമല്ല. മിക്ക വണ്ടികളുടെ ഒരു ഒട്ടുമിക്ക സിലവറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. ആ ഒരു വണ്ടിക്ക് നമുക്ക് കണ്ടുപിടിച്ച് ഇത് കാണാം, അതിന്റെ ഒരു നിഴല് കണ്ടിട്ട് പറയാനുള്ളൊരിതില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു അംബാസിഡർ ഒഴുകി വരുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ അത് അംബാസിഡർ നമുക്ക് മനസ്സിലാവും. അല്ലൊരു ജീപ്പ് വരുമ്പോൾ അതിനൊക്കെ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രൂപങ്ങളും അതിൻ്റെതായ ഒരു ക്യാരക്ടറുള്ള വണ്ടികളാണ്. അല്ലൊരു പജേറ ഓടിയുന്നു, പഴയൊരു പജേറ വരുമ്പോൾ അതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിനൊരു ഇതുണ്ട്. ഇത് ആ വരുന്നത് ആ വണ്ടിയാണ്, അതിനൊരു കാരണം നമ്മുടെ മനസ്സിൽ ആ ചിഹ്നം ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ രൂപം. അതായത് പണ്ടുള്ള ഇപ്പോൾ ഒരു വലിയ വണ്ടി ഓടിക്കണേ ഒരു ആനേനെ ഓടിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വലിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പേടിയും വേണ്ട, എന്ത് സിമ്പിളാ ഓടിക്കാൻ. ചുറ്റും ക്യാമറ ഉണ്ട്, നമുക്ക് ഒന്നും അറിയേണ്ട കാര്യം. പിന്നെ അതുപോലെ സെൻസറുകളുണ്ട്. പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾ മറ്റേ ബ്രേക്കിംഗ് തന്നെ ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ആ ഒരു ആത്മാവിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതായത് ഇത് ഒരു തെറ്റാന്ന് പറയില്ല, കാരണം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളും സൗകര്യങ്ങളും വരണം. പക്ഷെ എന്തുകൊണ്ട് ഇത് കൂടുതൽ ഇത് നിറയുന്നത് മൂലം ആ വണ്ടി എന്ന് പറയുന്നത് നമ്മളാ മനുഷ്യനും യന്ത്രമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവാണ് അതിനകത്ത് നിന്ന്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഓട്ടോമാറ്റിക്കിലേക്ക് മാറിയത്, ട്രാൻസ്മിഷൻ മാനുവലിൽ നിന്ന്. അതെ, അത് തെറ്റാണെന്നല്ല, സൗകര്യമാണ്. പക്ഷെ അത് ആ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ലോറി ഡ്രൈവർമാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും മാറ്റേണ്ട കാര്യം. ഹൈവേയിൽ ഓടിക്കുന്നവർക്ക് അത് സൗകര്യമാണ്, ഇത് ഒരു സൗകര്യമാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുന്ന, മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വണ്ടികൾ ഇപ്പൊ കുറവാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇത് മറ്റേ രീതിയിലാണ്. അതായത് ഹാർഡ് ടൈം ക്രിയേറ്റ്സ് സ്ട്രോങ് മെൻ, സ്ട്രോങ് മാൻ ക്രിയേറ്റ്സ് ഈസി ടൈം. ഈസി ടൈം വരുമ്പോഴേക്കും എന്താ വീക്ക്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ വാഹനങ്ങളെല്ലാം ഈസി ആയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്താ, അതായത് അതനുസരിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മടിയന്മാർ, ഈ വണ്ടിയെ പറ്റി അറിയാത്ത ആൾക്കാരായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഇനി കുറച്ച് കഴിയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ വീക്ക് മാൻ ക്രിയേറ്റ്സ് വീക്ക് ടൈം എന്ന് പറയും. അല്ല, വീക്ക് ടൈം എന്നല്ലേ? അതെ, അല്ല, ഹാർഡ് ടൈം എന്ന് പറയുമ്പോ എന്താ സംഭവിക്കുക, നമുക്കൊരു വണ്ടി അപകടം അല്ല, ഒരു വണ്ടി നിന്ന് നോക്കി നമുക്കിത് നോക്കാൻ അറിയത്തില്ല. ഈ വണ്ടിക്ക് എന്ത് പറ്റി നമുക്ക് ചിന്തിക്കാറില്ല. നമ്മളെല്ലാം ഒരു സർവീസ് സെന്ററിൽ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇതെല്ലാം നമുക്ക് ഈ വണ്ടിയുമായിട്ടൊരു ബന്ധമില്ല. എന്ത് സംഭവിച്ചു, അതല്ലെങ്കിൽ ഈ ടെക്നോളജി എല്ലാം കുത്തിക്കയറ്റിയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും തൊടുന്ന ആൾക്കാർക്കാണ് തൊടാൻ പേടി. എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇത് വർക്കാവും എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ആ വണ്ടിയായിട്ട് നമുക്ക് നമ്മളെ ബന്ധം നഷ്ടപ്പെട്ടു. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവം മാറിയിട്ട് ഒരു ഭയങ്കര വിപ്ലവം പോലെ എന്ത് സംഭവിക്കും, പഴയ വണ്ടികൾ, സ്റ്റൈൽ വണ്ടികൾ, മറ്റേ ഇപ്പൊ സ്ലേറ്റ് ട്രക്കുകൾ അവിടെ ഇറക്കാൻ തുടങ്ങിയില്ലേ, ഈസി ആയിട്ട്. അതായത് ഈസി ആയിട്ട് ബെയർ ബോൺ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങും. കാരണം എന്താണ്, ആ സമയത്ത് ഇത് പുതിയ ട്രെൻഡായിട്ട് മാറും, വിന്റേജ് സ്റ്റൈൽ വണ്ടികൾ ഇറങ്ങും. ഇങ്ങനെയുള്ള ടെക്നോളജിയുടെ ഏറ്റവും വലിയ അവസാനത്തെ ഇതായിരിക്കും സെൽഫ് ഡ്രൈവിംഗ് ആയിരിക്കും. അതിപ്പോ വിദേശങ്ങളിലൊക്കെ അതായി തുടങ്ങിയിട്ടുണ്ട്. അതിന് എല്ലായിടത്തും ടെക്നോളജി റോഡിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് സമയം. ഒരു മീം കണ്ടിട്ടുണ്ടോ, പോലീസ് ചെക്കിങ് എഴുതും, ബാക്കിൽ നോക്കുമ്പോൾ കള്ളുപിടിച്ച് എല്ലാം മതന്മാരായിരിക്കുകയാണ്. അത് ടെസ്ല വരികയെന്ന് കേട്ടപ്പോൾ ഒരു മീമ. എന്നിട്ട് പോലീസുകാരൻ കാരണം ഡ്രൈവർ ഇറങ്ങി കടന്ന് നോക്കുമ്പോൾ ആരെയും ഡ്രൈവറില്ല. അതാണ് പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ റോട്ടിൽ ഓടിക്കണേ അതിന് പ്രത്യേക കോഡിങ് വേണം. കാരണം നമ്മൾ ഓടിക്കുന്ന ശീലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടുന്ന് തലങ്ങും വിലങ്ങും ഓടിക്കലാണ്. ഇത് സാധാരണ നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലിൽ സെൽഫ് ഡ്രൈവിംഗ് കാർ തലങ്ങും വിലങ്ങും ഓടുക, ഒരു ഇല്ലാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, അതായത് ഇതാണ് ഈ സാധനം വരുംതോറും നമുക്ക് പണം പറഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സംഭവമായിട്ടുള്ള ഇതിനെന്താണ് ഇതിന്റെ സെറ്റപ്പ് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇപ്പോൾ ഞാൻ ആലോചിക്കുക, ആ എസ്റ്റീം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് കാറിന്റെ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ ഒന്ന് രണ്ട് ഒച്ച കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ നമുക്ക് അറിയാം എന്താ പ്രശ്നം, ഇതായിരിക്കാം പ്രശ്നം എന്ന്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച ആ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജി, ആ വണ്ടിയിൽ എഞ്ചിനും ആ ഷാസിയും 4 ടയറുമാണ്. കാരണം വെറും സാധാരണ ഒരു
എഞ്ചിനാണ് അതിനകത്ത് ഇരിക്കുന്നത്, അധികം കുത്തിക്കയറ്റാത്ത. ആ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ വലിയ ടെക്നോളജിക്കൽ അതിനകത്ത് കുറച്ച് മറ്റേ സാധാ എയർ ഫ്ലോ സെൻസർ, ഇങ്ങനത്തെ മറ്റേ ത്രോട്ടിൽ ബോഡി സെൻസർ, ഇങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് സെൻസറുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതും വലിയ ടെക്നോളജി എന്ന് പറയാൻ പറ്റൂല അതിനകത്ത്. ഇന്നത്തെ വണ്ടികളുള്ള പോലെ അല്ല, ഇതാണ് കുഴപ്പം. ആ വണ്ടി ഇറങ്ങിയ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വണ്ടി ടെക്നോളജിയാണ്. അതെ, അതും ഒരു കാര്യമാണ്. പക്ഷെ നോക്കുമ്പോൾ അത് വലിയ ടെക്നോളജി അല്ല. ആ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് പറയുമ്പോൾ ഏതൊരു ഇത്തരം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എഞ്ചിന്റെ പ്രവർത്തനം അറിയുന്ന ആൾക്കാർക്ക് ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഏതി കൂടെ എന്താണ് പോകുന്നത്. ഇപ്പൊ ഇവിടെയാണ് എയർ ഫ്ലോ അല്ല എയർ ഫിൽറ്റർ ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ത്രോട്ടിൽ ബോഡി ഇരിക്കുന്നത്, അതിനകത്തുനിന്നാണ് നേരെ ഇതിലേക്ക് പോകുന്നത്. നമ്മുടെ എന്താ പറയാ എന്തായിരുന്നു ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതിലായ ഫ്യൂർ റെയിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ട് മറ്റേ ഇഞ്ചക്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഇവിടുന്നാണ് എക്സോസ്റ്റ് വരുന്നത്. കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ സാധനം എല്ലാം പോകുന്നത് കാണാൻ പറ്റും. ആ നേരം കൊണ്ട് ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഇപ്പൊ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഈ സാധനം മനസ്സിലാവില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേളിലിരിക്കുന്ന സ്പാർക്ക് പ്ലഗിന്റെ ഒക്കെ സിസ്റ്റം തന്നെ വേറെയാണ്. കാരണം അത് വേറെന്തോ ഒരു അതിന്റെ മേളിലൊരു മറ്റേ കട്ട് ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം ഡിസ്ട്രിബ്യൂട്ടർ ഒന്നും അല്ല, അതിനകത്ത് വേറെ എന്തോ ഒരു സാധനം അതിനെന്തൊരു പേര് ഞാൻ നാളെ മനസ്സിലാക്കി, അത് മറന്നു. അങ്ങനത്തെ നമുക്ക് കണ്ടാൽ നമുക്ക് തൊടാൻ പേടിയായിരിക്കും ആ സാധനത്തില്. അതിന്റെ കോയിൽ പാക്ക് തന്നെ കോയിൽ പാക്ക് തന്നെ വേറെ എന്താ അതിന്റെ മേളിൽ എന്തോ സ്ക്രൂ വെച്ചിട്ട് ഇതാക്കി അത് ഊരിയെടുത്ത് ഇങ്ങനെ എടുക്കലാണ്. മറ്റേ എന്ന് പറഞ്ഞാൽ നേരെ മറ്റേ ഇതിനകത്തുനിന്ന് ഇഗ്നിഷൻ കോയിലിനകത്തുനിന്ന് ഡിസ്ട്രിബ്യൂട്ടറിനകത്തുനിന്ന് ഇഗ്നിഷൻ കോയിലിന് ഡിസ്ട്രിബ്യൂട്ടർ കണക്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് നേരെ 4 വയർ ഇങ്ങോട്ടേക്ക് വന്ന് നമുക്ക് എടുത്ത് പൊക്കാൻ എളുപ്പം. ഇതൊന്നും ഒന്നുമില്ല, ഇത് കണ്ടാൽ മനസ്സിലായി. നമുക്ക് ആ ധൈര്യപൂർവ്വം മറ്റേ നമ്മളതിന്റെ കേസ് ഊരിയിട്ടുണ്ട്. മേളിലെ ക്രാങ്ക് കേസ് എന്നാണ് അതിന് പറയാ. അല്ല, ക്രാങ്ക് കേസ് അല്ലല്ലോ, മേളത്തെ അതിന്റെ അടപ്പിനെന്താ പറയാ, വാൽ കവർ ഊരിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഇതൊരു അത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഈ നേരം കൊണ്ട് ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ബൈക്കുകളിൽ എത്തിയത്. അപ്പൊ ഹിമാലയനും ഇതിന്റെ മറ്റേ എക്സ്പൾസിന്റെ ഇത് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞുള്ള ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിന്, ടാങ്ക്, എയർ ബോക്സ്, ഇത് എക്സോസ്റ്റ് സിസ്റ്റം, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ എടുത്ത് എല്ലാം എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലാണുള്ളത്. ആ ടാങ്ക് മാറ്റി കഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ള എല്ലാ സാധനവും നമുക്ക് ഊരി ഇതാക്കാം. ടൈമിങ് അഡ്ജസ്റ്റ് ഇതിനൊക്കെ ഉള്ള സ്പേസ് അതിനകത്ത്. പക്ഷെ ആ നേരം കൊണ്ട് എക്സ്പൾസിലേക്ക് മാറിയപ്പോൾ, കാരണം അതിൽ ഇത്ര വലിയ ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പുതിയ സാധനങ്ങളെല്ലാം കൂടെ കുത്തി അതിനകത്ത് നിറച്ചിട്ട് നമുക്ക് ആ സാധനത്തിൽ തൊടാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല, ധൈര്യമില്ല. അതായത് ഇത് നോക്കുമ്പോഴേക്കും ഈ മറ്റേ നീരാളിയുടെ ഇതുപോലെ കിടക്കാണ്, കൈകൾ പോലെ കിടക്കാണ്. ഈ വയറൊക്കെ മറ്റേതിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിച്ചാലെങ്കിലും മനസ്സിലാക്കി ഇന്ന സാധനങ്ങൾ ഇന്നടത്തേക്കാണ് പോകുന്നത്. കാരണം വയറുകളുടെ എണ്ണം കുറവാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വയറിങ് മാത്രമേ അതിനകത്തുള്ളൂ. നമ്മള് സ്ക്രൂ അയച്ചാൽ തന്നെ ടാങ്ക് ഊരിപ്പോരും. ആ സ്ക്രൂ ഊരണമെങ്കിൽ ആ പാനലുകൾ ഊരണമെങ്കിൽ മെനക്കേട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരു ആത്മാവില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ച് എന്താ നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ കൂടും, അതായത് നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് കൂടുന്നു പറഞ്ഞു നമ്മളെ മടിയന്മാരാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സൗകര്യം കൂടുകയാണ്, നമ്മുടെ സുഖം കൂടുകയാണ് അതിനകത്ത് വണ്ടി ഓടിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറയുക, ഇതൊന്ന് ചെയ്യുമ്പോൾ അടുത്തതിൽ നമ്മൾ ഇത് കോംപ്രമൈസ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് കുറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ പണിയാനുള്ള കഴിവ് കുറയുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ അതായത് പഴയ വാഹനങ്ങളിൽ സംഭവം സിമ്പിളായിരുന്നു. അതിൻ്റെ ടെക്നോളജി സിമ്പിൾ ആണെങ്കിലും ആ സിംപ്ലിസിറ്റി കാരണം ആ വണ്ടികൾക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഒച്ചയും ബഹളവും, അല്ലെങ്കിൽ കുറേ ലക്ഷറികളില്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല, പവർ ബ്രേക്ക് ഇല്ല. അപ്പൊ ഇത് നമ്മൾ തലച്ചോറ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുത്താണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ RD ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലെജൻഡ് ബൈക്കുകളിലൊന്ന് ഇറങ്ങി വന്നേ, അത് വിഡോമേക്കർ എന്ന് പറഞ്ഞ സമയത്ത് പറയാം. അതായത് അത് ഓടിക്കുന്ന മരിക്കും എന്നുള്ളതാണ്. കാരണം എന്താ, 350 cc പാരലൽ ടു എൻജിൻ, 40-35 bhp പവർ, ഡിസ്ക് ബ്രേക്ക് ഇല്ല, ABS ഇല്ല, ഇത് ഹെൽമെറ്റും ഇല്ല, ഒന്നും. ഇത് ഓടിക്കുന്നമാര് വീലി അടിച്ചോണ്ടായി ഓടിക്കുക. ജസ്റ്റ് ഒരു RX-100 തന്നെ ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ട് വന്നു. അപ്പൊ ഈ വണ്ടിയുടെ ഒന്ന് ആലോചിച്ച്, അത് എന്തോരം പേര് വാങ്ങിച്ച വണ്ടി. അതായത് നല്ലൊരു വണ്ടിയാ, ഐക്കോണാ, പക്ഷെ അതിന് ആ സിംപ്ലിസിറ്റി ഇറങ്ങുന്ന കോംപ്ലിക്കേഷൻ കണ്ടോ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നിൽക്കുന്ന, നമ്മൾ ഏതെങ്കിലും 2 എക്സ്ട്രീമിലേക്ക് ഏതെങ്കിലും ഒരു വശത്തേക്കാണ് നമ്മൾ ചായുക. ഒന്നുകിൽ ഇത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ചിലപ്പോൾ ടെക്നോളജിയുടെ ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഇങ്ങനത്തെ കമ്പനികൾ പുതിയത് വരാത്തതുകൊണ്ടായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഹൈ പവർ സാധനങ്ങൾ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ലക്ഷറി കൂട്ടി
ഈ ഓടിക്കുന്ന ആൾക്കാരെ മടിയന്മാരല്ല, ലക്ഷറി എന്ന് പറഞ്ഞ ടെക്നോളജി ഇതും കൂട്ടിയിട്ട്. ഞാൻ പറയുമ്പോൾ എന്താ വേണ്ടത്, ഇതിന്റെ രണ്ടും ഒരു സ്വീറ്റ് ഇതാണ് വേണ്ടത് നമുക്ക്. അതായത് ഇത് രണ്ടും വേണം നമുക്ക് സുരക്ഷിതത്വം വേണം, ഇതിന്റെ സിംപ്ലിസിറ്റിയും വേണം. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആൾക്കാർക്ക് ഈ വണ്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഒരു ആത്മാവ് ഉണ്ടാവുള്ളൂ ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വണ്ടി ഇപ്പോഴും ഇറക്കുന്ന ഒരു ടീം എനിക്ക് തോന്നുന്നു രണ്ടും വരുന്ന ഒരു വണ്ടി എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത് ഇത് പാരലൽ ട്വിൻ റോയൽ എൻഫീൽഡുകളാണ്. എയർ കൂൾഡ് എഞ്ചിനാണ്, പണിയാൻ അതിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ല, എന്നാൽ അതിനൊരു ക്യാരക്ടറും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അതെ, അത്യാവശ്യം സിമ്പിൾ ആണ് ആ വണ്ടി മൊത്തത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ല ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ 450 അല്ല കേട്ടോ, 450 മെനക്കേടുണ്ട്, കാരണം അത് ടെക്നോളജി കൂടിയ ബൈക്കാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ വണ്ടികൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ വണ്ടികൾ എന്നും ഓർത്തിരിക്കുള്ളൂ. ഇപ്പൊ ബുള്ളറ്റിനെ ആൾക്കാരെന്നും ഓർത്തിരിക്കുന്നതിന് കാരണം ആ ബുള്ളറ്റിനുകൊണ്ട് ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു രാജാവ് ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ്, അല്ലെങ്കിൽ ഒരു യോദ്ധാവ് യുദ്ധത്തിന് പോകുന്ന പോലത്തെ ഫീൽ. അതായത് അങ്ങനത്തെ പഴയ വണ്ടിയിലിരുന്ന് ഓടിച്ച ആൾക്കാർക്ക് അത് മനസ്സിലായി. അതിലിരുന്ന് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ വണ്ടി നമുക്ക് തരും, കാരണം വണ്ടി നമുക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് നമ്മൾ അനുഭവിച്ചറിയണം. ആ ഓരോ വൈബ്രേഷനും ഓരോ നമ്മൾ ആക്സിഡന്റ് ദഗ് ആ സാധനം നമ്മുടെ നെഞ്ചിൽ കിട്ടുമ്പോഴുള്ളൊരു ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിച്ച ആൾക്കാർക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയുമ്പോൾ ബുള്ളറ്റ് മാത്രമല്ല, ഞാൻ സ്പ്ലെൻഡറിന്റെ കാര്യം പറയാം. സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാലും ആ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ആ വണ്ടിയോട് ഭയങ്കര ആരാധന കൂടിയൊരു നമ്മളിതേപോലെ ബുള്ളറ്റ് പോലത്തെ ഒരു വണ്ടിയാണ്. അതിന് കാരണം എന്താ, വളരെ സിമ്പിളാണ്. ഒരു ചെറിയ എഞ്ചിനും ഒരു ചെറിയ വണ്ടി ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണത്. അതിൽ പണിയാന്ന് ഇതേപോലെ മെനക്കേട് പിടിച്ച പരിപാടിയല്ല, നമുക്കെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ. എന്നാൽ ഇപ്പൊ അതിന്റെ കുറച്ചുകൂടെ നല്ല ഇതായിട്ടുള്ള വേരിയേഷൻ ഇറങ്ങിയിട്ടുണ്ട് സെയിം രൂപത്തില്. അതെ, ആ രൂപം ഒരു തരം നമ്പർ 1 ആയിട്ട് ഇന്ത്യയിൽ ലോകത്തിൽ. ആക്റ്റീവ വേറൊരു ഉദാഹരണമാണ്. അധികം മാറ്റങ്ങൾ വരാത്ത എന്നാൽ കുറെ മോഡേണൈസ് ചെയ്തൊരു സാധനമാണ്. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് കുറെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കയറാൻ തുടങ്ങി, ഫൈബർ സാധനങ്ങളൊക്കെ. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് ആ വണ്ടിയുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഈ പഴയ വാഹനങ്ങളിൽ ഈ ടെക്നോളജിയുടെ അഭാവം കാരണം നമ്മൾ എടുക്കുന്ന ആ വണ്ടിക്കുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന കാൽക്കുലേറ്റഡ് റിസ്കുകൾ കാരണമാണോ ഈ ബൈക്കുകൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്? ആയിരിക്കണം. കാരണം നമ്മൾ അതായത് പണ്ട് അംബാസഡർ എടുത്തു കഴിഞ്ഞാൽ മരത്തിന്റെ ബ്രേക്കാന്ന് പറയാം, അംബാസഡറിന് ജീപ്പിനൊന്നും പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ കുറച്ച് അപ്പുറേനെ പിടിക്കണം. അപ്പൊ ഇതൊക്കെ ഓൾറെഡി മൈൻഡിലുണ്ട്. അംബാസഡർ ഓടിച്ചാൽ എങ്ങനെ ഓടിക്കണം, അത് തന്നെ വണ്ടിയുടെ ക്യാരക്ടർ നമ്മുടെ തലയിൽ കയറി. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റേസിംഗിൽ ഓടിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആയി മാറും. കാരണം നമ്മളെ ഒരു പിഴവെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നിലേക്ക് ഫുള്ള് പ്രശ്നമായിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കണക്ക് കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഇതേപോലെ ഈ അംബാസഡർ ഓടിക്കുന്ന ആൾക്കാർക്ക് 100 അല്ലെങ്കിൽ 50 മീറ്റർ മുന്നേ ബ്രേക്ക് പിടിച്ച് വരണമെങ്കിൽ അവൻ 150 മീറ്റർ മുന്നേ ചിന്തിക്കണം, എനിക്ക് ഇവിടുന്ന് തുടങ്ങിയാലാണ് അവിടെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എവിടുന്ന് തുടങ്ങണം നമ്മൾ മുന്നേ ചിന്തിക്കും. വേറെ കാര്യമുണ്ട്, വണ്ടിയിൽ എത്ര പേരുണ്ട് അതനുസരിച്ച് എത്ര ബ്രേക്ക്. ഇതാണ് നമ്മളെ കണക്കുകൂട്ടലാണ്. അപ്പൊ എന്താന്ന് പറയാ, നമ്മൾ ഓടിക്കുന്ന ആളെന്ന് പറയാൻ വളരെ ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഏഡാസൊക്കെ ഉള്ള സമയത്ത് ആൾക്കാർ തന്നെ ബ്രേക്ക് വിടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, റോട്ടിൽ ശ്രദ്ധിക്കുന്നില്ല. അത് ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമുക്ക് സ്വിഫ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് സ്വിഫ്റ്റിൽ നമ്മൾ ക്യാമറ ഇല്ല, സെൻസർ ഉണ്ട്. സെൻസറിൻ്റെ ഇതിൽ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് അറിയാം, കുറേ ഓടി ചെയ്യുമ്പോൾ അറിയാം ഇത്ര സെൻസർ ഇവിടെ എത്തിയാൽ വണ്ടി നിർത്തണം, അതാണ് ഏറ്റവും സേഫ് സ്പോട്ട്. ST വന്നപ്പോൾ ഇതിലൊന്നുമില്ല. ഇതിൽ എന്നിട്ട് ഞാൻ ഈ വണ്ടി റിവേഴ്സ് വെക്കാൻ ഞാൻ ഒരു പുതിയ സിസ്റ്റം ഞാൻ സ്വന്തം കണ്ടുപിടിച്ചു. അതായത് ഡോറ് തുറക്കുക, ബാക്കോട്ട് നിൽക്കുക, ബാക്കോട്ട് നോക്കിയിട്ട് സ്വന്തം. അതായത് അതിൻ്റെ ഒരു ഫീല്, അത് നമ്മളൊരു പുതിയൊരു സംഭവം. അതിനുശേഷം ഉണ്ടല്ലോ ഞാൻ ഏത് കാർ ഇതാക്കിയാലും ഞാൻ ആ ഒരു സംഭവം ശീലിക്കാറുണ്ട്. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി ബാക്കോട്ട് ഇറങ്ങി നോക്കും ഇതെങ്ങനെ. ഞാൻ കഴിഞ്ഞ വട്ടം ഇതേ സംഭവം ഞാൻ ജിമ്മിൽ പോയിട്ട് താഴെ അവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇത് അവിടെ ജസ്റ്റ് ഒരു കമ്പി വെച്ച് വേലി കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ആ തിട്ടയാണല്ലോ, ഇതിപ്പോ എവിടെയാന്ന് വെച്ചാൽ ഈ സാധനം സെൻസ് ചെയ്തിട്ടില്ല, കീക്കി അടിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടിയിൽ നിന്ന് കാണുന്ന സാധനം പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പം നിർത്താം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കണ്ണാടി ആ വേലിയുടെ ഇത് കണ്ടില്ലെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെന്ന് നമുക്ക് കണക്കൂട്ടാലോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 1.5 മീറ്റർ ഗ്യാപ്പ് ഉണ്ട് പുറകിൽ. എന്നിട്ട് ഞാൻ ഡോർ തുറന്നിട്ട് റിവേഴ്സ് എടുത്ത് അതിൻ്റെ ഒപ്പാക്കി. ഞാൻ ആലോചിക്കാം, ഒരു കാർ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയെ, ആ വണ്ടിയിൽ റിവേഴ്സ് ക്യാമറയുടെ സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കഴിവ് എപ്പോഴും ഉണ്ടാവില്ല.
അപ്പൊ ഞാൻ ആലോചിക്കുക ആൾക്കാർക്ക് ഇല്ലാതായി പോകുന്ന ബേസിക് കഴിവുകളാണ് നമ്മുടെ ജഡ്ജ്മെന്റ് മുഴുവൻ തീരെയാണ്. അതായത് മറ്റേ സമയത്ത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോ ഇപ്പൊ ഞാൻ എസ്റ്റീം ഓടിക്കാനുള്ള എന്റെ കണ്ണ് ഫുള്ള് സറൗണ്ടിങ് ആണ്. അവിടെ നോക്കും ഇവിടെ നോക്കും എല്ലായിടത്തും പോകുന്നില്ല, എവിടെ വണ്ടി പോകുന്നത് എല്ലാം കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുക. നമ്മൾ ഓടിക്കുന്ന വളരെ ശ്രദ്ധയോടെ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ റോട്ടിലും വണ്ടിയുടെ ഇതിലുമാണ് ഇരിക്കുന്നത്. വണ്ടി അങ്ങനെ പോകുന്നുള്ളതിലായിരിക്കുന്നത്. വണ്ടി ഏത് ഗിയറിലാണ്, എവിടെയാണ് ഇരിക്കുന്നത്, ഏത് സ്പീഡിലാണ് പോകുന്നത്, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ചുറ്റുവട്ടത്തിൽ നിൽക്കുക. ഈ വണ്ടി സുരക്ഷിതമായിട്ട് ഓടി. ഇതുകൊണ്ട് ഇപ്പൊ ഈ ക്യാമറയും ഇതേപോലത്തെ സിസ്റ്റങ്ങൾ വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ, പുതിയ ഡ്രൈവർമാർ എങ്ങനത്തെ കഴിവില്ലാത്തവരായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കുഴപ്പമാണ് പൊന്നന്റെ അഭിപ്രായത്തില്. അതൊരു പരിധി വരെ കുഴപ്പമാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയാം. കാരണം എന്താ പറയുക, നമ്മൾ കണ്ടമാന ടെക്നോളജികൾ കുത്തിക്കയറ്റി ആൾക്കാർക്ക് ലക്ഷറി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ ആൾക്കാർ വണ്ടി നിരത്തിൽ ഓടിക്കുന്ന ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിശൂന്യവരായിട്ടുള്ള, ഇത് നമ്മൾ ഈ പിള്ളേരെ ഇപ്പോൾ കഴിഞ്ഞ ഇതിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് ഇത് പഠിപ്പിച്ചിട്ട് എല്ലാവരും കയറ്റി വിട്ട പോലെ ഓരോരുത്തർക്ക് വായിക്കാൻ അറിയില്ല, മറ്റേ സ്വന്തം ഭാഷ സംസാരിക്കാൻ പറ്റൂല, എന്തോ ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, എന്ന് പറഞ്ഞാൽ കണക്കൂട്ടം അറിയില്ല, ചരിത്രം അറിയില്ല, ഇതൊക്കെ പറഞ്ഞാൽ നാണക്കേട് പിടിച്ചൊരു വരും. ഇതേ സംഭവം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ കഴിവില്ലാത്ത ഡ്രൈവർമാരെയാണ് ഉണ്ടാക്കി വിടുന്നത്. അതായത് ഒരു വാഹനത്തെ നിയന്ത്രിക്കാൻ സ്വന്തം കഴിവുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത കഴിവുകെട്ട ഡ്രൈവർമാരെയാണ് നമ്മൾ ഉണ്ടാക്കി വിടുന്നത്. ഈ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കി വിടുകയല്ല, ഈ ടെക്നോളജി ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർ നിരത്തി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടങ്ങളുടെ സാധ്യത കൂടും. കാരണം പെട്ടെന്നൊരു ഒരു സാധാ ഡ്രം ബ്രേക്കിങ്ങിൽ ഓടിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ചുള്ള ഡിസ്ക് ബ്രേക്കിൽ പിടിച്ചു നിർത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ തലച്ചോറ് അങ്ങനെ വയർ ചെയ്ത് വെച്ചിരിക്കുക, ഇത്ര നേരത്തെ ചവിട്ടിയാലേ കിട്ടുള്ളൂ. അപ്പോൾ അവൻ ആ കാറിൽ നിന്ന് നേരെ ഈ കാറിലേക്ക് വരുമ്പോൾ ഇതിന്റെ വ്യത്യാസം അവന് അളക്കാൻ പറ്റും പെട്ടെന്ന്. ഞാൻ അതിൽ 100 മീറ്റർ മുന്നിൽ നിന്ന് പിടിക്കണം, ഇതിനകത്ത് 50 മീറ്റർ മുന്നിൽ ഈ സ്പീഡിൽ ചവിട്ടി ഇത്ര ദൂരത്തിൽ കിട്ടും. അപ്പൊ അവന്റെ അവന് 2 കഴിവുണ്ട്. അപ്പോൾ മറ്റേത് ഓടിക്കുക, ഇത് ഓടിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചവിട്ടുന്ന പോലില്ല. ഇപ്പോഴത്തെ കാറുകൾ കണ്ടില്ല, ഇടിക്കുന്നതിന് മുന്നേ പോയി നിൽക്കുകയാണ്, തട്ടുന്നതിന് മുന്നേ. അപ്പൊ നമുക്ക് കാലെടുത്ത് വെക്കാനുള്ള നമ്മുടെ തലച്ചോറിന് ആ ഒരു കഴിവില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പൊ ആക്സിലേറ്റർ കൊടുക്കണ്ട, ക്രൂയിസ് കൺട്രോൾ ഇത് ചവിട്ടി കഴിഞ്ഞാൽ അതും പോകും. നമുക്ക് അതായത് നമ്മൾ ഇത് ഇത്ര ചവിട്ടിക്കഴിഞ്ഞ്, ഈ ബ്രേക്ക് ഇത്രയും ചവിട്ടിക്കഴിഞ്ഞ് ഇത്രയും ദൂരത്തിൽ നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല. വണ്ടി അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു 70, 80, 85% ഓട്ടോമാറ്റിക്, അതിലും കൂടുതലാന്ന് തോന്നുന്നു. അതെ. അപ്പൊ അത്രയും ആൾക്കാർക്ക് മാനുവൽ ഓടിക്കാൻ അറിയാവുന്നൊരു കുറവാ. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മറ്റേ അമേരിക്കൻ കാർ യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് സ്റ്റിക്ക് ഓടിക്കാൻ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വലിയൊരു കഴിവാണത്. കാരണം ഇത് നമ്മൾ ഗിയറുള്ള വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള വണ്ടി ഓടിക്കാൻ പറ്റും. ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഓട്ടോമാറ്റിക് ഓടിച്ച ഒരുത്തനെ സംബന്ധിച്ചുള്ള കാർ ഓടിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക്കിന്റെ നമ്മുടെ ചേട്ടൻ്റെ കാര്യം പറയാം. പുള്ളി ഓടിക്കുന്ന പറയുമ്പോൾ ഗെയിം കളിക്കുന്നവരാണ്. സാധാരണഗതിയിൽ നമ്മൾ വലത്തേക്കാലാണ് ആക്സിലേറ്ററിനും ബ്രേക്കിനും പിടിക്കുന്നത്. പുള്ളി എന്താണെന്ന് ഗെയിം കളിക്കുന്നല്ലോ, ഒരു കാല് ബ്രേക്ക്, ഇടത്തേക്കാല് ബ്രേക്ക്, വലത്തേക്കാല് ആക്സിലേറ്ററാണ്. അങ്ങനെ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ ഗിയറുള്ള വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷനാണ്. കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് കാലാന്ന് മനസ്സിലാവില്ല. നമ്മളെങ്ങനെ ഓടിച്ച് പഠിച്ച സമയത്ത് നമ്മുടെ ഇടത്തേക്കാല് ക്ലച്ചിന് മാത്രം, വലത്തേക്കാൽ എടുക്കുക. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചാ, ഇതിന്റെ കാരണം എന്താ, ഇത് ഉണ്ടാക്കിയ ആൾക്കാരുടെ മൈൻഡ് നീ ആലോചിക്കണം. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരിക്കലും ആക്സിലേറ്റർ ചവിട്ടരുത്. അതിന് വേണ്ടിയിട്ട് എന്താ, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലോട്ട് വരണം. അതുകൊണ്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി സ്ലോ ആവണം, എഞ്ചിന്റെ ഇത് കുറയണം, എഞ്ചിന്റെ പ്രവർത്തനം കുറയണം, എന്നിട്ട് നമ്മൾ ബ്രേക്കിലേക്ക് കാല് വെക്കണം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ആക്ഷൻ ഇതിന്റെ ഉള്ളിലൊരു ആന്തരികമായ ഒരു അർത്ഥമുണ്ട് ഈ ചെയ്യുന്നതിന്. ഇത് വെറുതെ ഈ കാലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാന്നല്ല. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരിക്കലും ആക്സിലേറ്റർ ചവിട്ടരുത്. എനിക്ക് പൊന്നങ്ങനെ തോന്നാറുണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് നമ്മൾ ഈ മാനുവൽ വണ്ടി ഓടിച്ചിട്ട് ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഭയങ്കര മടുപ്പ്, ബോറടിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം ഇടയ്ക്ക് അബദ്ധത്തിൽ ക്ലച്ച് അതെനിക്കും പറ്റിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അപ്പച്ചൻ്റെ കൂടെ പാലക്കാട് പോയ സമയത്ത് ഇതേപോലെ പാഞ്ഞു പോവാ. ഞാൻ മാനുവൽ, ഇതിനകത്ത് മറ്റേ മാനുവൽ തട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ അത് തട്ടിയിട്ടാണ് എപ്പോഴും വണ്ടി ഓടിക്കും. അതിൻ്റെ ഒരു കൂടെ ബ്രേക്ക് ഓടിക്കുമ്പോൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ബ്രേക്ക് ഓടിക്കുമ്പോൾ തന്നെ മുകളിലോട്ട് കയറി പോയിക്കൊള്ളുക. ഞാൻ ഇതേപോലെ ഒരു വണ്ടി ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ അവിടെ എവിടെ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ബസ്സിനെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ വന്ന് ഓവർടേക്ക് ചെയ്ത് കയറി കുറച്ച് നേരെ മുന്നിലൊരു അമ്പ് ഞാൻ എടുത്ത്, നമ്മൾ സാധാരണ എടുത്ത വഴിക്ക് ബ്രേക്ക് ക്ലച്ചും കൂടെ ഒരുമിച്ച് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ഒറ്റ പോക്കും. ഞാൻ ഒരു നിമിഷം ആളിച്ച് പോയി, എന്റെ പടച്ചോനെ തീർന്ന്. ക്ലച്ച് കാണുന്നില്ല. പിന്നെയാണ് എന്റെ തലച്ചോറ് അതിനെ ഇതാക്കിയത്. ഏത്
അതെ, കുറച്ച് ഒരു 2 സെക്കൻഡ് എടുത്താൽ തലച്ചോറിന് മനസ്സിലായി ഇത് ക്ലച്ചില്ലാത്ത വണ്ടിയാന്ന് മനസ്സിലാക്കാൻ. ഒരു നിമിഷം പെട്ടെന്ന് ആ പെടല് കാണാണ്ടായപ്പോഴേ നമ്മുടെ അത് ഏറ്റവും രസം എന്താന്ന് പറഞ്ഞാൽ അതിന് മുന്നേ കാലവിടെ വെച്ചിരിക്കും. അവിടെ ഒരു പടി പോലത്തെ ഒരു സാധനം ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇങ്ങനത്തെ വണ്ടിയിൽ ഒരു പടി പോലത്തെ അതിൽ വെച്ചിരിക്കുക കാല്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ തലച്ചോറ് മറ്റേലേക്ക് പോയി. അതെന്തുകൊണ്ട്? ആ കഴിവ് എനിക്ക് ഉള്ളതുകൊണ്ട്. ഇതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ഇത് ചിന്തിച്ച് ഇത് കമ്പ്യൂട്ട് ചെയ്യാനുള്ളൊരു ഇതില്ല. കാരണം അങ്ങനത്തെ ഒരു നോളജ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടെങ്കിലാണ് ആ തലച്ചോറിന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു കഴിവിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി വരുന്ന ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ ആയിരിക്കും. അതെ, അതായത് ഇപ്പൊ ഞാൻ ആലോചിക്കുക, എനിക്ക് തോന്നുന്നു ഈ കമ്പനികളും അത് ഇനിയിപ്പോൾ മാർക്കറ്റ് പഠിച്ചിട്ടാണെന്ന് അറിയത്തില്ല, ഇവരും ഈ ഇങ്ങനത്തെ ടെക്നോളജി ഒക്കെ നിരുത്സാഹപ്പെടുത്തി കൊടുക്കുക. അതായത് മാനുവൽ വണ്ടികൾ ഇപ്പോൾ ഭയങ്കര വിരളായിട്ടാണ് ഇറങ്ങുന്നത്. കുറച്ച് കമ്പനികളെ മാനുവൽ ഇറക്കുന്നുള്ളൂ ഇപ്പോഴും ഇറക്കുന്നത്. എല്ലാവരും ഓട്ടോമാറ്റിക്കാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതാണ് സിറ്റിയിൽ ഏറ്റവും നല്ല, അതാണ് ഇത്. അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മളൊരു പരിധി വരെ അത് നല്ലതല്ല എന്ന് ഒരിക്കലും പറയില്ല. കാരണം അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ കണ്ടിന്യൂസ് മണിക്കൂർ 100-200 കിലോമീറ്റർ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഗിയർ മാറ്റേണ്ടതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് തട്ടി അങ്ങോട്ടേക്ക് ഇടുന്ന ചവിട്ടി പിടിച്ചേക്കുക, പിന്നെ ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് അങ്ങ് പോവാം, ഒന്നും അറിയേണ്ട കാര്യം. കാരണം അത് നമ്മുടെ തലച്ചോറിന് അത്രയും വിശ്രമം തരും. നമ്മൾ മാനുവൽ പിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഗിയറിലും ക്ലച്ചിലിൻ്റെ അടുത്ത് കാല് വെച്ചോണ്ടേ ഇരിക്കണം ഇതിനെപ്പറ്റി. പക്ഷെ എന്താണെന്ന് ഇത് കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വണ്ടി ഓടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഇത് ഓടിക്കാൻ പറ്റൂല. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ നമ്മുടെ E20 ഇതുപോലെയാ. അതായത് E10 വണ്ടികൾ ഓടിക്കുന്നവർക്ക് E10 ഉള്ള സൗകര്യം ഒരുക്കണം എന്ന് പറയുന്ന പോലെ ഇപ്പൊ എല്ലാവർക്കും എത്ര ലോങ് ആണെന്ന് പറഞ്ഞാൽ ചിലവർക്ക് മാനുവൽ വണ്ടിയൊക്കെ ഇഷ്ടം. അവര് ഇങ്ങനത്തെ ഒരു കാലത്തിൽ ജീവിച്ചു വന്നതുകൊണ്ട് പിന്നെ അതല്ല അവർക്ക് വാങ്ങാനുള്ള ഒരു അവസരം. പിന്നെ അതല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. ഇപ്പൊ ഈ വലിയ കമ്പനികളൊക്കെ മറ്റേ ക്ലച്ച്ലെസ് മാനുവൽ പരിപാടി ചെയ്യുന്നുണ്ട്. വലിയ അർത്ഥമില്ലാന്നറിയാം. അതല്ലാണ്ട് ഞാൻ പറയുമ്പോൾ എന്താന്ന് പറയാ, അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റുകയാണ്. ഇപ്പൊ ക്ലച്ചും സ്റ്റിക്കും ആയിട്ടുള്ള, എന്നിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പൈസ ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ ചീപ്പായിട്ട് ഇറക്കാൻ പറ്റുന്ന ടെക്നോളജി വരികയാണെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ 2 കൂട്ടർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷയം. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവരുടെ പ്രോഫിറ്റ് ഇത് നോക്കുന്ന സമയത്ത് ഇത് വലിയ നഷ്ടമുള്ളവർ. ഇത് R&D ചെയ്ത് ഇറക്കി ഇത് എത്ര പേര് വാങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ആ നേരം കൊണ്ട് ഏറ്റവും എളുപ്പമുള്ള സാധനം മാർക്കറ്റ് ചെയ്യാണ് ഏറ്റവും സുഖം ഇവരെ സംബന്ധിച്ചിടത്തോളം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ഡിസ്ട്രോയ്ഡ് ക്യാരക്ടറിൽ. അതെ, അത്രയാണ്. അത് തന്നെയാണ് ലക്ഷറി എന്ന് ഉദ്ദേശിക്കുന്നത്. ടെക്നോളജിയാണ്. ടെക്നോളജി പല ലക്ഷറികളും ഈ ടെക്നോളജികൾ ഈ ലക്ഷറി എന്ന് പറഞ്ഞ പേരിൽ പൈസ കൂട്ടി വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അല്ല, ലക്ഷറി എന്ന് പറയുന്നത് തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കൊരു സുഖം ഉണ്ടാക്കി തരാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് സുഖം ഉണ്ടാക്കുന്നതിന് ലക്ഷറി എന്ന് ഞാൻ ചിന്തിക്കുന്നത് അതുപോലത്തെ പ്രീമിയം സാധനങ്ങൾ, പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന അതിനാണ് ലക്ഷറി. നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ കിട്ടുമ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലക്ഷറി അല്ല. നിനക്ക് കിട്ടാത്തൊരു സാധനം എനിക്ക് കിട്ടുമ്പോഴാണ് അത് ലക്ഷറി ആയിട്ട് മാറുന്നത്. അത് നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അത് എക്സ്ക്ലൂസിവിറ്റി അല്ലേ ശരിക്കും? അതാണ് ഞാൻ ലക്ഷറി ആയിട്ട് കാണുന്നത്. അതിനാണ് ഞാൻ ലക്ഷറി എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതാണ്. അതായത് നമുക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധനം എനിക്ക് പറ്റുന്നുണ്ട്. അതാണ് ലക്ഷറി. എക്സ്ക്ലൂസിവിറ്റി അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു രീതിയിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അതായത് ആർക്കും ഇല്ലാത്തൊരു സാധനം എനിക്ക് ഉണ്ടാവണം, അതൊരു ലക്ഷറി. ശരിക്കും ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ റോൾസ് റോയ്സ് ഒക്കെയാണ് ലക്ഷറീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇരിക്കുന്നത്. ലക്ഷറിയിൽ ഇതായിട്ടിരിക്കും. കാരണം എല്ലാം നമുക്ക് അതേപോലത്തെ പ്രീമിയം മെറ്റീരിയൽ നമുക്ക് പറയുന്നത് എന്തുവാണോ അത് ആ രീതി ചെയ്തു തരും. അതും നീ പറഞ്ഞ എക്സ്ക്ലൂസിവിറ്റിയിലാണ് അത് അവർ ചെയ്ത് 1 ഒക്കെ ചെയ്തു തരും. പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയെ അതിനെ ലക്ഷറി ആയിട്ട് കാണുന്നത് അതൊരു ലക്ഷറി ആണോ? അല്ല. ലക്ഷറിയസ് ആയ സാധനങ്ങൾക്കെല്ലാം പൈസ കൂടുതലായിരിക്കണം. നമുക്ക് എല്ലാവർക്കും അല്ല. ഇതെന്താന്ന് പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് ഗിമിക് തന്ത്രമാണ്. ഇത് ലക്ഷറി ആന്ന് പറഞ്ഞ് ഇതിനെ മാറ്റി ഇതിന്റെ മുഖച്ചായ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ പൈസക്ക് വിൽക്കാം. ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ, ഇതിങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന. എപ്പോഴും അവർക്ക് കിട്ടാത്ത എനിക്ക് കിട്ടുന്നു. ഈ ചീപ്പ് റേറ്റിൽ ഇതൊക്കെ കിട്ടുമ്പോൾ അവർ ലക്ഷറി ആയിട്ടാണ്. അതുകൊണ്ടല്ലടാ ഈ സാധനം നമ്മുടെ ഇവിടെ ഈ സിൽവർ സാധനം അടിച്ചിട്ട് വരുന്നുണ്ടല്ലോ, ക്രോം പ്ലേറ്റ്, അതിനെന്താ പറയാ, സിൽവർ ഈ ക്രോം ഫിനിഷ് വരുന്നത്. ഒരു കാറിൽ അതിന്റെ ഒരാവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളത്. കഴിഞ്ഞ ദിവസം എനിക്ക് ആ സ്വിഫ്റ്റിന്റെ നമ്മുടെ സ്വിഫ്റ്റിന്റെ അടുത്ത ജനറേഷൻ സ്വിഫ്റ്റിന്റെ നടുക്കൂടെ ഒരു വെട്ടം കിട്ടി വെച്ചിരിക്കുക മുന്നിൽ. അതിന്റെ നല്ല വൃത്തിയുള്ള മുഖത്തായിരുന്നു സാധനത്തിന്റെ വല്ല രസത്തിലുണ്ടായിരുന്ന ഒറ്റ വെട്ടിങ്ങനെ നെഞ്ചത്തൂടെ ഒരു വെട്ടിരിക്കുക.
അതിൻ്റെ ആവശ്യം എന്ത് നേടി അതുകൊണ്ട് എനിക്കതാ ഇത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ആൾക്കാരെ പകുതി കമ്പനിക്കാർ മാർക്കറ്റിങ്ങിലൂടെ പറ്റിക്കുന്നതാണ് ഈ സംഭവം. ഈ ടെക്നോളജി നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ എന്താ കുഴപ്പം, ഇതിനൊന്നും അതായിട്ട് കാണൂല. ഇതിനെ ആ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ സാധനം കൊണ്ട് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്, ഇതാണ് കാര്യം. ഇതിനെന്ത് ഇവർ നേരെ ലക്ഷറി ആയിട്ട് മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലക്ഷറി ആയിട്ടുള്ള സംഭവം നമ്മുടെ ഇന്ത്യയിൽ കിട്ടാൻ വേണ്ടി ഈ സീറ്റ് ഹീറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ പുറം പേർക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ കാറ്റ് കൊടുക്കാൻ വലിയ മസാജൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഗിമിക്കായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ കാറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ വേർപ്പ് അതൊരു ലക്ഷറിയാണ്. പക്ഷെ അത് എല്ലാവർക്കും കിട്ടുമ്പോൾ അത് ലക്ഷറി ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റും, അത് ലക്ഷറി അല്ല. അവർ ഈ ടെക്നോളജിയെ ലക്ഷറി ആക്കി മാറ്റിയിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ സീറ്റ് ഇതൊരു ലക്ഷറി അല്ല. അത് വണ്ടിക്ക് ഉപകാരപ്പെടുന്ന, ഡ്രൈവറിന് ഉപകാരപ്പെടുന്ന ഒരു സാധനം പ്രീസെറ്റ് ചെയ്ത് വെച്ച് ഞെക്കുമ്പോൾ അതൊരിക്കലും ഒരു ലക്ഷറി ആയിട്ട് കാണിക്കാൻ പറ്റൂല. ഇപ്പൊ എല്ലാവരും മിക്കവാറും എഡാസ് എന്ന് പറയുന്ന സാധനം ഒരു ഇതായിട്ട് കാണിക്കുന്നത് അതൊരു ടെക്നോളജിയാണ്. വണ്ടിയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഇത്ര ഡിസ്റ്റൻസ് അതല്ലേ എഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ പലതും ഉണ്ട്. നമ്മുടെ കാർത്തിക് പുള്ളിയില്ലേ മോട്ടറിംഗിലെ പുള്ളി പറഞ്ഞിട്ട് ഈ എഡാസ് ഉള്ളതും ഇല്ലാത്ത എല്ലാം കണക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടില് വലിയ കണക്കാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ചില സമയത്ത് അറിയാണ്ട് പിടിക്കും, ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് അതാണ് പറഞ്ഞത്. നമുക്കിപ്പോ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷറിയുടെ മറയിൽ വിൽക്കുകയാണ്, പൈസ കൂട്ടി. ഇതെന്തിനെന്താ പറയുക, ഇതിലെന്താന്ന് പറഞ്ഞാൽ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു വണ്ടി കിട്ടുന്നില്ല. നല്ല ക്യാരക്ടറുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കിട്ടും. ഞാൻ പറയുമ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളും ഇറക്കണമെങ്കിൽ ഇറക്കണം. എൻ്റെ ഒരു ഐഡിയൽ വേൾഡിൽ നടക്കേണ്ടതായിരുന്നില്ല. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള വണ്ടിയും കിട്ടണം. ഇപ്പോൾ ആൾക്കാർക്ക് ബെയർബോൺ ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ അങ്ങനത്തെ കിട്ടണം. ആൾക്കാർക്ക് ഏറ്റവും ലക്ഷറി കൂടിയൊക്കെ കിട്ടണമെങ്കിൽ അത് കിട്ടണം. ആൾക്കാർക്ക് കുറച്ച് ഇത് മതിയെങ്കിൽ കുറച്ച് സാധനം മതി, അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് ഇന്ന സാധനങ്ങൾ മതി. ഇപ്പം ചില സാധനങ്ങളൊക്കെ എന്തായാലും കൊടുക്കണം. ഇപ്പോൾ ABS എയർ ബാഗ് ഒക്കെ ഇത് ഡയറക്റ്റിൽ കൊടുക്കണം. ABS എയർ ബാഗ്, എൻ്റെ അഭിപ്രായത്തിൽ ABS എയർ ബാഗ്, ക്യാമറ, ഈ ക്യാമറയും കൊടുക്കണം എന്ന് ഞാൻ പറയുന്നത്. 6 എയർ ബാഗും ABS-ഉം ഈ സാധനമൊക്കെ ഇതൊന്നും ലക്ഷറി അല്ല, ഇതൊക്കെ നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ആവശ്യമാണ്, മാൻഡേറ്ററി ആണ്. ഇതൊക്കെ നിർബന്ധമായിട്ടും ഒരു വണ്ടിയിൽ ഉണ്ടായിരിക്കും. ഞാൻ പറയുമ്പോൾ ക്യാമറ ഉണ്ടായിരിക്കണം, അത് റെക്കോർഡിങ്ങിനുള്ള ക്യാമറ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് കൊടുക്കണം. കാരണം അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ പല അപകടങ്ങളും നമുക്ക് മുന്നേ ഇതാക്കാൻ പറ്റും. വേറെ കാര്യം മനസ്സിലുണ്ടോ, നമ്മുടെ ഇവിടുത്തെ ഏതൊരു പരസ്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ലക്ഷറി ഒരു ഹൈലൈറ്റഡ് ഫീച്ചറായിട്ട് പറയുന്ന ഒരു സാധനം എയർ ബാഗുകളുടെ. അതാ പറഞ്ഞേ, ഇതൊന്നും ലക്ഷറി അല്ല. നമ്മൾ ആൾക്കാരെ ഇവര് മാർക്കറ്റിങ്ങിലൂടെ മനസ്സ് മാറ്റിയെടുക്കും ഇതാന്ന് പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അതായത് ശരിക്കും 2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും ഈ ഒരു മാർക്കറ്റിൽ ഇങ്ങനത്തെ ക്യാരക്ടറുള്ള വാഹനങ്ങളാണോ വേണ്ടത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ 3 ചോദ്യമുണ്ട്. അപ്പോൾ കമ്പനികൾ നേരത്തെ പറഞ്ഞു എല്ലാ തരം വണ്ടികൾ ഇറക്കാൻ ഇതാക്കണം. അപ്പോൾ കമ്പനികൾ അവരുടെ പ്രോഫിറ്റാണ് നോക്കുന്നത്, അതാണ് കമ്പനികൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ആൾക്കാരെയാണോ നോക്കേണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റിനെയാണോ നോക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ഇന്ത്യയിലുള്ളൊരു ഭൂരിപക്ഷം പോപ്പുലേഷനും അവർ കെയർ ചെയ്യുന്നുണ്ടോ ഈ വാഹനത്തിന് ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളത്? അവർ A to B എത്താൻ ഒരു അടിസ്ഥാന സൗകര്യമുള്ളൊരു വാഹനം എന്നൊരു മൈൻഡാണോ? എന്തോന്നു? അപ്പൊ ആദ്യത്തെ ചോദ്യം, ക്യാരക്ടറുള്ള വണ്ടിയാണോ ഇറക്കുന്നത്? അത് ശരിക്കും നമ്മുടെ ഇവിടെ വേണം എന്നുണ്ടോ? അതായത് നമ്മുടെ ഒരു ഇതില് ശരിക്കും ആ വാഹനങ്ങൾക്ക് ഇപ്പൊ പ്രാധാന്യം. കാരണം ഞാൻ ക്യാരക്ടറുള്ള നമ്മൾ പറഞ്ഞു, സിംപ്ലിസിറ്റി ആണ് ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്, കോംപ്ലക്സിറ്റി ഒരിക്കലും ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്പനികളിൽ നമ്മളൊരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടികൾ ചൂസ് ചെയ്ത് തിരഞ്ഞെടുത്ത് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ക്യാരക്ടർ വേണ്ടവർക്ക് ക്യാരക്ടറുള്ള വണ്ടികൾ കിട്ടും, അവരുടെ രീതിയിൽ ഉപയോഗിക്കാൻ. അത് ക്യാരക്ടർ ഒന്നും ഉദ്ദേശിക്കുന്ന ഇപ്പോൾ DIY ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ വണ്ടികൾ വലിയ ഉപകാരപ്പെടും. അല്ലെങ്കിൽ അവരിപ്പോൾ ഓഫ് റോഡ് കളിക്കാൻ പോകുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൈകൊണ്ട് ചെയ്യാനും ഈസി ആയിട്ട് സാധനങ്ങൾ മാറ്റാനും പറ്റുന്ന വണ്ടി കിട്ടാൻ അവരെപ്പോഴും ഒരു ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ ആയിരിക്കും. അവർ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യും. നമുക്ക് എപ്പോഴും എത്ര മാർക്കറ്റിംഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഇതിന് കുഴപ്പമുണ്ടെങ്കിൽ ആൾക്കാർ കുഴപ്പം തന്നെ പറയുള്ളൂ. ഇതിന് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു പറഞ്ഞു അങ്ങനത്തെ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും നല്ല. അതാണ് റോയൽ എൻഫീൽഡിന്റെ ഒരു ഗുണം. അതാണ്
റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുള്ള മാർക്കറ്റിംഗ്. ഇവർ എത്ര കളർ കൂട്ടി വിറ്റു എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ആരും വാങ്ങൂല. ഇപ്പൊ എക്സ്പൾസിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ. എന്നാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ രണ്ടാമത് പുതിയ വാങ്ങുന്ന ആൾക്കാർ ചിന്തിക്കും നമുക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ പരസ്പരം പറഞ്ഞ് നല്ല അഭിപ്രായം പറഞ്ഞു കിട്ടുന്ന ആ മാർക്കറ്റിംഗ് വേണം. ഇത് നമുക്ക് തുടക്കത്തിൽ ഒരു സെയിലിന് വേണ്ടിയിട്ടാണ് ഈ കളർ പൂച്ച് വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ DIY അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇത് കിട്ടണം. അതല്ല ഇപ്പൊ സാധാ ഒരു വണ്ടി മതി എന്നുള്ള ആൾക്കാർക്ക് അവർക്ക് അത് കിട്ടണം. അതായത് ഏറ്റവും ബേസിക് നെസസിറ്റികൾ കൊടുത്തിട്ടുള്ള വണ്ടികൾ അവർക്ക് കിട്ടണം. ഈ പറഞ്ഞ എയർ ബാഗ്, മറ്റേ എന്താ ABS, ഈ സാധനങ്ങളൊക്കെ ഉള്ള സേഫ്റ്റി ഉള്ള, അവർക്ക് 4 കുടുംബത്തിലുള്ള 4 അംഗങ്ങൾക്ക് സുഖമായിട്ട് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്ന വണ്ടികൾ അങ്ങനെ കിട്ടണം. ഇനിയിപ്പോൾ അങ്ങനെയല്ല ലക്ഷറി വേണ്ട വണ്ടികൾക്ക് കുറെ ലക്ഷറീസ് ആയിട്ടുള്ള സെറ്റപ്പുകൾ കൊടുക്കണം. ഇപ്പോൾ ഞാൻ അതിന്റെ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്, അതായത് കമ്പനികൾ പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ അവര് ആൾക്കാർ പറയുന്നതാണോ നോക്കേണ്ടത്? അതായത് ഈ മാർക്കറ്റിന്റെ എനിക്ക് മനസ്സിലായിടത്തോളം ഈ മാർക്കറ്റിന്റെ ചലനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പകുതിയും ഈ പരസ്യങ്ങളിലൂടെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കാരണം മാർക്കറ്റിന്റെ പോക്ക് എപ്പോഴും പൊങ്ങി തന്നായിരിക്കും. ഇപ്പൊ ഇവർ എത്ര മാർക്കറ്റിങ്ങിലൂടെ ഈ സാധനം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ നമ്മൾ അവസാനം ഇറക്കുന്ന പ്രൊഡക്റ്റ് ചീത്തയാണെങ്കിൽ എത്ര ഇത് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ആൾക്കാർക്ക് സാധനം ഇത് വാങ്ങുന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാധനം കൊണ്ട് തോറ്റു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അപ്പോൾ ആൾക്കാർ ബാക്കിയുള്ള പറഞ്ഞ് മാർക്കറ്റ് ഇടിയേണ്ടതാണ് ഇടിയും. ഇത് നമുക്ക് കുറേ കള്ളത്തരത്തിലൂടെ, അതായത് ഇത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കള്ളത്തരമാണല്ലോ. നമ്മൾ മറച്ചു വെച്ച് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ച് പൊക്കി കാണിക്കേണ്ടാത്ത കാര്യങ്ങൾ, എന്നാൽ മനുഷ്യന്റെ സൈക്കോളജിയിൽ അവന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നാ തോന്നുന്ന കാര്യങ്ങൾ പൊക്കി കാണിക്കുക. ഇത് കുറെ തവണ കണ്ട് ആൾക്കാരുടെ തലച്ചോറിൽ ഇത് മാറുന്നതാണ്. അതായത് ഉള്ളത് ഇല്ലാന്നും ഇല്ലാത്തത് ഉണ്ടെന്നും പറഞ്ഞ് പറ്റിക്കലാണെന്ന്. അതായത് പല പരസ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി കാണിക്കും. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് ഈ കാണിക്കാതിരിക്കാനേ നോക്കുള്ളൂ. അതാണ് സംഭവം മാർക്കറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇറക്കുന്ന സമയത്ത് ഇത് പൊങ്ങും, സെയിൽസ് പൊങ്ങും. ഇത് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ആൾക്കാർ ഇതാവുന്നതിന് പറഞ്ഞ് ഇത് വാങ്ങാണ്ടിരിക്കുക. അങ്ങനെയാണ് താഴേക്ക് പോകുന്ന സംഭവം. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിൻ്റെ ഇത് അതായത് ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എന്താണ് ആ രീതിക്ക് കൊടുക്കണം. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അതായത് കമ്പനികൾ ഞാൻ പറഞ്ഞ ഇതേപോലത്തെ ഒരു ചോയ്സിൽ ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ എല്ലാ കമ്പനികളും ഏകദേശം ഒരേ മെത്തേഡിൽ തന്നെയാണ് പോകുന്നത്. അതിൽ വളരെ ചുരുക്കം ചില കമ്പനി അതായത് പാരമ്പര്യമുള്ള കമ്പനികളിൽ മാത്രമാണ്, ചില വണ്ടികൾ മാത്രമാണ് സ്ഥിരമായിട്ട് സെയിൽസ് നടക്കുന്നത്. അതിന് പകരം ഇത് മാറ്റം വരണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇതേപോലെ ഈ ചെറിയ കുറച്ച് ആൾക്കാരുടെ ആഗ്രഹങ്ങൾ, കാരണം ആദ്യം നോക്കുമ്പോൾ ഇത് നഷ്ടമായിരിക്കും. ഇപ്പൊ ഓഫ് റോഡ് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പണിയെടുക്കേണ്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് മാർക്കറ്റിന്റെ ഭൂരിപക്ഷമല്ല, ഇത് ചെറിയ ഒരു ചെറിയൊരു സ്പേസിലുള്ള ആൾക്കാരാണ്. ആ സമയത്ത് ഈ ഭൂരിപക്ഷം 90% ഇന്ന സാധാ വാങ്ങുന്ന ആൾക്കാരും ഒരു 5% ലക്ഷറി, 5% ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഒരു എഞ്ചിൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ വണ്ടികൾ, കുറച്ച് വണ്ടികൾ ബെയർബോൺ ആയിട്ട് ആൾക്കാർക്ക്, അതായത് ബെയർബോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെറ്റപ്പുകളെല്ലാം അതിനകത്ത് വേണം. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിൻ അങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാം, എന്നാൽ ഇതായിട്ട് ഉപയോഗിക്കാം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു സാധനത്തിൽ ആൾക്കാർക്ക് അതായത് വലിയ മെനക്കേടില്ലാണ്ട് സ്വന്തമായിട്ട് പണി ചെയ്യാൻ, അതല്ല അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. കുറെ നോക്കുമ്പോൾ മൊത്തത്തിൽ സാധാ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ലക്ഷറി വേണ്ട ആൾക്കാർക്ക് ലക്ഷറി കൊടുക്കുക. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഈ ചീപ്പ് ലക്ഷറി അല്ല, കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ലക്ഷറി കൊടുക്കുക. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവർ നീ ഒന്ന് ആലോചിക്കും, ഒരു സൂപ്പർ ലക്ഷറി ഒരു ആൾട്ടോ ഇറങ്ങാന്നാലോചിക്കുക, ചില ആൾക്കാർ വാങ്ങും. അതെ, ഇതിന്റെ രസം എന്താണെന്നറിയോ? ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഇത് പരിപാടി ആയിട്ടുണ്ട്. അതായത് ഇല്ലാത്തൊരു സംഭവമാണ്, ഇവർ ബിസിനസ്സുകളിലുള്ളതാണ്. അതായത് ആ സംഭവത്തിന് എന്താ, ഈ $1 ബില്യൺ പെട്ടെന്ന് കയറുന്ന ബിസിനസ്സുകൾക്കാണ് യൂണിക്കോൺ ബിസിനസ്സുകൾ അങ്ങനെ പറയാം. ആ രീതിയിലേക്ക് മാറ്റാം. അതായത് മാർക്കറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുക. അതായത് ചെറിയ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് മാർക്കറ്റിംഗ് പറ്റുന്നത് ചെറിയ ഹാച്ച് ബാക്ക്, അതിനകത്ത് മറ്റേ ലെതർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്
മറ്റേ ഈ അഡ്ജസ്റ്റബിൾ സീറ്റ്, ഹീറ്റിങ്, മസാജിങ്, മറ്റേ എയർ ബാഗ് എന്തായാലും ഉണ്ടാവല്ലോ, പിന്നെ മറ്റേ അൽക്കൻടാറ ലെതർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ എന്താ, ഇത് കുറെ വിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സാധനം പൈസ കൂട്ടി വിൽക്കാൻ പറ്റും. ഈ സാധനങ്ങൾക്ക് ഇത് കണ്ടമാനം അടിച്ചിറക്കുന്ന നേരം കൊണ്ട് ഇത് കുറച്ച് ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ ആൾട്ടോ പോലെ സ്വിഫ്റ്റിന് ഒരെണ്ണം, അതായത് മഹീന്ദ്രക്കാര് B6 ബാറ്റ്മാൻ എഡിഷൻ ചെയ്ത പോലെ ആ വണ്ടി ആദ്യം 1000 എണ്ണാണ് വെച്ചത്, 1000, 100, 150 എണ്ണം കണ്ട് എല്ലാം വിറ്റുപോയി. അത് കഴിഞ്ഞപ്പോ പിന്നെ ഡിമാൻഡ് വന്നു, ഇവർ നൈസായിട്ട് 150 എന്നുള്ളത് 500 ആക്കി. ഇപ്പൊ അതൊരു വേരിയന്റ് ആക്കി. സംഭവം മനസ്സിലായി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കാത്ത മാർക്കറ്റ് ഇങ്ങനെ പിടിക്കാമല്ലോ. കൊടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നല്ലതിലേക്ക് പോകും. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ മതി എന്ന് പറഞ്ഞ ഒരുത്തന് അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവനെ കൊണ്ട് ഇപ്പൊ ഞാൻ സ്വിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചു. ഇപ്പൊ സ്വിഫ്റ്റ് എടുത്തിട്ട് ഒരു റാലി മോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുത്തൻ ഉണ്ടെന്ന് വിചാരിക്കും. ഒരുത്തൻ അവന്റെ നിന്ന് ഈ കാറിന്റെ മുകളിൽ ഒരു 15 ലക്ഷം രൂപ അല്ലാണ്ട് മുടക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം ഈ AC ഉള്ളതും അല്ല AC അല്ല, ഇങ്ങനത്തെ വലിയ ഫീച്ചേഴ്സ് ഉള്ള വണ്ടീന്റെ ആവശ്യമില്ല. അവനൊരു ബേസ് വേരിയന്റ് സാധനം കിട്ടിയാൽ മതി. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കമ്പനി കൊടുക്കുന്നുണ്ടല്ലോ LXi എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുക. എളുപ്പത്തിൽ പണിത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ, ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ കൂടുമ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി ഒരു മാനുഫാക്ചർ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ ഇപ്പം ആൾക്കാർ വീഡിയോകൾ ഉണ്ടാക്കി പലരും വീഡിയോകൾ ഉണ്ടാക്കി ഇങ്ങനത്തെ ഒരു കമ്പനി ആക്കുമ്പോൾ മറ്റുള്ളവരിൽ ഒരു വിശ്വാസം വരികയാണ്. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാണ്ട് പോയിട്ട് ആൾക്കാർക്ക് വിശ്വാസം വരികയാണ്. അപ്പോൾ അവർ വേറൊരു വണ്ടി വാങ്ങണം എന്ന് ആരെങ്കിലും പറയുമ്പോൾ അവരോട് പറയും ഇങ്ങനെ വണ്ടിയുണ്ട്, അവർക്ക് ഇന്ന വേരിയന്റുകൾ വിൽക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാലാണ് നടക്കുള്ളൂ. അപ്പൊ പൊന്നം ചുരുക്കി പൊന്നം പറയുന്ന കമ്പനി പ്രോഫിറ്റ് നോക്കണം, പക്ഷെ എന്നാലും മാർക്കറ്റിനേക്കാൾ ഉപരി കൺസ്യൂമേഴ്സിന് എന്താണോ വേണ്ടത് അങ്ങനത്തെ ഒരു മാർക്കറ്റ്, അതല്ലാണ്ട് ഈ ആൾക്കാരെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ ഇന്ത്യയില് ഉള്ള ഭൂരിപക്ഷം പേരും അവര് ഇതിനെ കെയർ ചെയ്യുന്നുണ്ടാവോ? ഇങ്ങനെ ഒരു സാധനം വേണം, അത് ഭൂരിപക്ഷം ഇന്ത്യയിലുള്ളവര് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ളവര് A to B പോവാൻ ഒരു വണ്ടി 4 ടയർ അല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ളവര് ഇതാക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ മറ്റേ ലക്ഷറി എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തെ മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം കമ്പനികൾ ഇത്രയും പഠിച്ച് മാർക്കറ്റിനെ പഠിക്കാണ്ട് ഇത് ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, അവർ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യൻ കസ്റ്റമേഴ്സ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവരുടെ പർപ്പസ് ഇപ്പൊ ഭൂരിപക്ഷം പേരുടെ A to B പോകുന്ന വണ്ടിയാണ്, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ അതായത് ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട് വിൽക്കണം എന്ന് പറഞ്ഞത്. അതായത് ഇത്രയുള്ള ലിമിറ്റഡ് എഡിഷൻ വിട്ടാൽ മതി, ആൾക്കാർക്ക് വാങ്ങാനൊരു അവസരം കിട്ടിയാൽ മതി, ഇതിന്റെ എക്സ്പീരിയൻസ് കൊടുത്താൽ മതി. അതാ പറഞ്ഞത്. അപ്പൊ ഈ ഓരോ വണ്ടി ഇറക്കുമ്പോൾ ഈ 6 വേരിയന്റ് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു വലിയ ഇതിൽ കൊണ്ടുവരാണ്ട് ഈ കൺസ്യൂമേഴ്സിന് വെക്കാനായിട്ട് ഒരു 3 വേരിയന്റ് ഒക്കെ തന്നെ ധാരാളമല്ലേ, വലിയ ചിന്തിക്കാതെ എളുപ്പത്തിൽ എടുക്കാനായിട്ട്. ഈ 6-8 വേരിയന്റ് ചെറിയ മാറ്റങ്ങൾ വെച്ചിട്ടാണ് ഈ 6-7 വേരിയന്റ് ഇറക്കി വിടുന്നത് ഒരു ഇത്രയും വലിയ സെഗ്മെന്റില്. ആ നേരം കൊണ്ട് ഞാൻ പറയുമ്പോൾ 3 സെഗ്മെന്റ്. ഒന്നെന്ന് പറഞ്ഞാൽ വെറും ബേസ് ആയിട്ട് ഇത് അതിലെന്താന്ന് പറഞ്ഞാൽ ആവശ്യം വേണ്ട സാധനങ്ങൾ ഉണ്ടാവും, എന്നാൽ ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിൽ ഇപ്പൊ മെക്കാനികൾക്ക് എളുപ്പത്തിൽ പണി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് അതിനകത്തുള്ളൊരു സെഗ്മെന്റിൽ 90% അവർ തന്നെ ആയിരിക്കും സാധാരണക്കാർ. അവർ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി വാങ്ങുന്നതായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ട സംഭവങ്ങൾ കൊടുത്തുകൊണ്ട് അത് കൊടുക്കുക. അതൊന്നും ലക്ഷറി ഇതിൽ പറയുന്നത് അതൊക്കെ ടെക്നോളജി. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് സൂപ്പർ ലക്ഷറി സാധനങ്ങൾ എത്ര പ്രീമിയം ചെയ്യാൻ പറ്റും അത്രയും പ്രീമിയം ചെയ്യുക. അതിന്റെ ആ പ്രീമിയത്തിന്റെ വില കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ലക്ഷറി വേണ്ടവർക്ക് ലക്ഷറിയും കിട്ടും. ഇത് ആവശ്യമില്ലാത്തവന് വെറുതെ ഇത് സഹിക്കേണ്ട കാര്യമില്ല. പിന്നെ ലക്ഷറി എന്ന് പറഞ്ഞിട്ട് ഈ ചീപ്പ് ലക്ഷറി അല്ലേ കൊടുക്കണ്ടേ? കൊടുക്കുമ്പോൾ ആ ലക്ഷറി എന്താന്ന് ഇപ്പൊ വാങ്ങുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനാകുന്ന അവൻ അത് അനുഭവിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അല്ലാണ്ട് ഈ പ്ലാസ്റ്റിക്കിൽ വെള്ളി അടിച്ചിട്ട് അതല്ല ലക്ഷറി. അല്ലാതെ മറ്റേ എയർ ബാഗ് ഉള്ളതല്ല ലക്ഷറി. എയർ ബാഗ് ഉള്ളത് അത് വണ്ടിക്ക് വേണ്ട ഒരു സാധനമാണ്. അത് ലക്ഷറി അല്ല ഒരിക്കലും. ലക്ഷറിയെയും ടെക്നോളജിയും തമ്മിൽ കൂട്ടി ഇളക്കാൻ നിൽക്കരുത്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ലക്ഷറി കൊടുക്കുക, പ്യുവർ ലക്ഷറി കൊടുക്കുക. അത് അനുഭവിക്കുന്നവന് അത് അനുഭവിക്കാനുള്ള ഒരു ഇത് കിട്ടണം, അവസരം കിട്ടണം. എനിക്ക് തോന്നുന്നത് അടിസ്ഥാനമായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു ലക്ഷറിയുടെ ഭാഗമായിട്ട് വണ്ടിയിൽ
ഒരു നല്ല സൗണ്ട് സിസ്റ്റം, കറക്റ്റ് പ്രോപ്പർ ഡാമ്പനിങ്, അതായത് പുറത്ത് ഒച്ചയൊന്നും കേൾക്കാത്തൊരവസ്ഥ, കുറച്ചും കൂടെ നല്ല പ്യുവർ ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം അത് വേണം. പിന്നെ അതേപോലെ സസ്പെൻഷൻ, അതൊക്കെ ഒരു കുറച്ചുകൂടെ ട്യൂൺ ചെയ്ത സസ്പെൻഷൻ. പിന്നെ വേണമെങ്കിൽ എയർ ഇൻടേക്ക് മാറ്റാം, നല്ല പെർഫോമൻസ് വേണമെങ്കിൽ ആ രീതിയിൽ കുറച്ചും കൂടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് എയർ ഇൻടേക്ക്, ടർബോ ചാർജ് അല്ലെങ്കിൽ സൂപ്പർ ചാർജ് ചെയ്യുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ വലിയ വണ്ടിയിൽ മാത്രം കൊടുക്കണം. മനസ്സിലായോ? അത് നല്ല സ്പീക്കറിന്റെ സിസ്റ്റം, ഇതേപോലെ ഡാമ്പനിങ്, എക്സോസ് സിസ്റ്റം, അതൊക്കെ എന്ന് പറയുമ്പോൾ അത് അവർ തന്നെ കൊടുക്കണം. എന്നിട്ട് എന്താണ് ഈ സാധനങ്ങളൊക്കെ വേറെ അല്ലാണ്ട് അവൈലബിൾ ആയിരിക്കണം. ഇത് വാങ്ങുന്നവർക്ക് ഇത് വേണമെങ്കിൽ വാങ്ങി വെക്കാനുള്ള അവസരവും കിട്ടണം. അങ്ങനെയാണ് നമുക്കിത് ഈ മാർക്കറ്റിനെ പിടിച്ചെടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ ചിന്തിച്ചത് എന്താണെന്നറിയോ, നമ്മുടെ മാർക്കറ്റ് വിലയിൽ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത്രയും കാറ്റഗറി വണ്ടികൾ, അതായത് ഒരു വണ്ടിയിൽ തന്നെ ഇത്രയും 7-8 വേരിയന്റ് ഇറക്കുന്നത് ചിന്തിച്ചേ. ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വേരിയന്റ് ഇറക്കിയിട്ട് ഇപ്പൊ ബേസിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ചെറിയ സാധനം കേട്ടണമെങ്കിൽ അത് ആക്സസറി ആയിട്ടും കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അത് മതി. ഗവൺമെന്റ് മാൻഡേറ്ററി ആയിട്ട് പറയാ ആകെ 3 വേരിയന്റ്. ഇതിൽ സത്യം പറഞ്ഞ ഗവൺമെന്റ് ഇത് കൈകടത്തേണ്ട കാര്യം, ഇത് കമ്പനികൾ തീരുമാനിച്ചതാണ്. കാരണം ഏതെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികളെല്ലാം മാറും. ഏതെങ്കിലും ഒരു കമ്പനി മാറിയിട്ട്, കാരണം എന്താ നമുക്ക് മാറിയാൽ മാത്രം പോരാ, അവർ വിജയിക്കുകയും. ഇതെന്താ ഈ സംഭവം വിജയിക്കും? കാരണം എന്താ അറിയോ, ഞാൻ നേരത്തെ യൂണിക്കോണിന്റെ കാര്യം പറഞ്ഞില്ല, എല്ലാവരും ഒരേപോലെ ചെയ്യുമ്പോൾ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് ചാടാൻ തുടങ്ങും. ഒരാൾ മാറി നിന്നാൽ മതി, അപ്പം മാർക്കറ്റ് മുഴുവൻ അങ്ങോട്ടേക്ക് തിരിയും. ഇപ്പം നമ്മളെല്ലാം ഒരു സൈഡിലോട്ട് നോക്കിയൊക്കെയാണ്, അവിടെ നോക്കുമ്പോൾ നല്ല വെട്ടവും വിളിച്ചുള്ള വേറെ സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തല അങ്ങോട്ടേക്ക് തന്നെ തിരിയും. ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സമയം എടുക്കുമായിരിക്കും സംഭവം ഒന്ന് പ്രാവർത്തികമാണ്. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പായിട്ട് ആൾക്കാരെ ലക്ഷറി എന്ന് പറഞ്ഞ് പറ്റിക്കണ്ട. ശരി, ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അന്തിമത്തിൽ എന്താണ്, ഈ കമ്പനി പറയുന്ന വാങ്ങാനല്ല നമ്മളിരിക്കുന്നത്, ഈ കമ്പനിയുടെ ഒരു സാധനം നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങണം. അതാണ് പണ്ടത്തെ വണ്ടികളെ പ്രീമിയം ആക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് കോമ്പറ്റീഷനിൽ ഒന്നാമത്തെ കാര്യം, ഇറങ്ങുന്ന വണ്ടികൾ വളരെ വിരളമായിട്ടുള്ള വണ്ടികൾ ഇറങ്ങുന്നുള്ളൂ. ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് വിരലിൽ എണ്ണാവുന്ന വണ്ടികൾ ഇറങ്ങുന്നുള്ളൂ. അപ്പം എന്ന് പറയുമ്പോൾ ഇറങ്ങുമ്പോൾ ഒന്നും വേണ്ട, ഈ ഒരു അംബാസിഡറിൽ ഇരുന്ന ആൾക്കാർ ഇപ്പൊ ഇന്നത്തെ വെച്ച് താരതമ്യം ചെയ്ത് അംബാസിഡറിന്റെ ആ സീറ്റിലിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അതിന്റെ സീറ്റിലിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ കാര്യം എന്താണ് ആ ഒരു പ്രീമിയം ഫീൽ. അത് ഈ പറഞ്ഞ ഇതുമില്ല, എയറും ഇല്ല, ഈ പറഞ്ഞ പോഞ്ചും അല്ല, അവരെന്താ ഉപയോഗിച്ചെന്നല്ല, അതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലിരുന്നാലും മുന്നിലിരുന്ന ഒരു രാജാവ് ഇരിക്കുന്ന ഫീലാണ്. ഇന്നത്തെ വണ്ടികളിൽ നമുക്കൊന്ന് സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചിങ്ങനെ കൈ പിടിച്ചിരിക്കണം വരെ നടക്കുമോ? ഇത് ഇവിടെ ഇരിക്കുക, നമ്മുടെ എസ്റ്റീമിലാണ് ഇരിക്കുമ്പോൾ അതെന്താ. അതായത് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇവോൾവ് ആയതിൻ്റെ ഒരു കുഴപ്പം. അതായത് പണ്ട് ഉള്ള വണ്ടികൾ ഇറക്കുമ്പോൾ അവർ ചിന്തിച്ചിരുന്നത് ഏറ്റവും നല്ല പ്രീമിയം എക്സ്പീരിയൻസ് ആർക്ക് കൊടുക്കാൻ പറ്റും അവരാണ് മാർക്കറ്റ് ഭരിക്കുക. പക്ഷെ മാർക്കറ്റ് ഇവോൾവ് ആയി. പണ്ട് കുറച്ച് പേർക്ക് കാർ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇപ്പൊ കൂടുതൽ പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി. എങ്ങനെ? പരസ്യം ചെയ്ത് മാത്രമല്ല, ബാങ്കുകൾ, ടെക്നോളജി ഇംപ്രൂവ് ആയി. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞ ചീപ്പ് ക്വാളിറ്റിയിൽ സാധനം കൂടുതൽ കുത്തി നിറച്ച് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റി. അങ്ങനത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് വന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത് ഇങ്ങനെയായി മാറി. അതായത് ഇത് ഒറ്റയടിക്ക് തിരിഞ്ഞല്ല, ഇത് ഈ കമ്പനികൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ എപ്പോൾ തുടങ്ങിയോ അപ്പോഴാണ് ഇത് മാറാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ഇത് എന്ന് മാറുന്ന ഇത് നമ്മൾ സ്വയം കുഴിച്ച കുഴിയാണ്. ഇവര് ടെക്നോളജി നന്നാക്കി വണ്ടി ഇമ്പ്രൂവ് ചെയ്ത് അതിനനുസരിച്ച് ചീപ്പാക്കി ആൾക്കാരെ കൊണ്ടുവന്ന് ഇവര് കുഴിച്ചാടി. ഇതിപ്പോ സ്വന്തം കുഴിച്ച കുഴിയെന്ന് അറിയുന്നില്ല, ഇരുന്ന കൊമ്പ് വെട്ടുകയെന്ന് പറയില്ല, അതേ അവസ്ഥയാണ്. വെട്ടി ഇരുന്ന കൊമ്പ് വെട്ടിയ അവസ്ഥയിലായി. ഇപ്പൊ എന്താ പറയുക, ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവെയുള്ള ജനങ്ങളുടെ പറഞ്ഞ ഈ കമ്പനികൾ എന്ത് പറഞ്ഞു, നമുക്കൊരു അവകാശം ഉണ്ട്, നമ്മുടെ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി കമ്പനിക്ക് തരിക, അത് കമ്പനികൾ നമ്മുടെ താഴെയാണുള്ളത്. അവര് നമ്മുടെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത്, അല്ലാണ്ട് ആരുടെ ഔദാര്യത്തിനല്ല പോയി സാധനം വാങ്ങുന്നത്. ഇത് ഇവര് മാർക്കറ്റ് ചെയ്ത് ഇവര് മറ്റേ ഇതായിട്ട് മേളില് രാജാക്കന്മാരെ പോലെ ഇരുന്ന് ഞങ്ങൾ ഉണ്ടാക്കി വിടും, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അങ്ങനത്തേലേക്ക് നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ ഏതാ ഒന്നാലോചിക്കുക. ഞാനത് ഈ സിൽവറിന്റെ കാര്യം പിന്നെയും പറയാ, ഇതെന്തുകൊണ്ടാണ് അവർ ഈ സാധനം അടിച്ചു വിടുന്നത്? ഇതിന്റെ ആവശ്യം എന്താ? ഒരു വണ്ടിയിൽ ആ സിൽവർ കളറിന്റെ ആവശ്യം എന്താ? ആ വണ്ടിയിൽ അത് ഇല്ലാത്തതാണ് എപ്പോഴും നല്ലത്. എന്നാ ഒരു തരത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് തിളങ്ങുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും അത് അനുഭവിക്കുക. എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭൂരിപക്ഷം ആൾക്കാർ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് ഒരു വണ്ടി ഉണ്ടാവും, ഓക്കെ അങ്ങനെയാണ് ഞാനും ആ വണ്ടി. അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ലെജൻസ് ഉണ്ട്,
പേര് കേട്ട് ഇവിടെ നമ്മുടെ മാരുതി മാർക്കറ്റ് സുസുക്കി വണ്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വാഗണാർ അങ്ങനെയാണ്, വലിപ്പം പ്രായം ചെന്നവർക്ക് കയറാം, ഇന്നോവയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലോങ് പോവാം, ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. പക്ഷെ ഇതിനെക്കാട്ടിലും നല്ല വണ്ടികളുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാനോ അതിനെ എക്സ്പ്ലോർ ചെയ്യാനോ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഒരു അങ്ങനത്തെ കുടിലമായ ഒരു മനോഭാവത്തോടെ ജീവിക്കുന്ന അതുകൊണ്ടാണ് ഈ കമ്പനികൾ ഈ ടെക്നോളജിയെ ലക്ഷറി ആയിട്ട് വിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനത്തെ ചിന്ത മാറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മാറ്റം നടക്കുന്നില്ല, ഇതിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഒരേപോലെ, സഡാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സഡാനും ഒരേപോലെ, ഹാച്ച് ബാക്കും ഒക്കെ എല്ലാ ഹാച്ച് ബാക്കും ഒരേപോലെ, മറ്റേതെന്താ പറയുക SUV നോക്കിക്കഴിഞ്ഞാൽ എല്ലാ SUVകളും ഒരേപോലെ. ഇതിലൊരു വ്യത്യാസം, അങ്ങനെയുള്ള ഒരു ജിപ്സിയെ ഇതാക്കാൻ അതിന്റെ പിന്തുടർച്ചയായിട്ട് അതിനെ ഇറക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും. കാരണം ഈ വണ്ടി അവിടെ പുറത്ത് കളിച്ചോണ്ടിരുന്ന ഒരു വണ്ടിയാണെന്ന് ഞാൻ കേട്ടല്ലേ, ഈ ജിംനി പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന പുറത്ത് ഏറ്റവും സക്സസ് ആയിട്ടുള്ള വണ്ടിയാ. ഇന്ത്യയിൽ ഇവർ കാണിച്ചെന്താണെന്ന് അറിയാം, ഈ വണ്ടി കേപ്പബിൾ ആണ്, കഴിവല്ലാണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് ലീഡർ ആയിട്ട് താറ് 9-10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇവർ ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് 15 ലക്ഷത്തിന് ഒരിക്കലും മാർക്കറ്റ് ചെയ്തായിരുന്നു, 12 ലക്ഷത്തിന്. അതിന്റെ ടോപ്പ് മോഡലിന് 17.5 ലക്ഷം രൂപയാണ് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ. ആൾക്കാർ വലിയ വണ്ടിയിലേക്കല്ലേ പോകുള്ളൂ. അതിന്റെ കൂടെ ഇപ്പൊ ടാക്സിന്റെ ബ്രേക്ക് വന്നത് കൊണ്ട് 1500 cc അതിനകത്തുള്ള വണ്ടി പിന്നെ വില കൂടി. ഇതാണ് പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ഇതാക്കുമ്പോൾ ആ വണ്ടി, അതായത് ഇത്രയും കാലത്ത് എനിക്ക് ഇതുണ്ട് അതുകൊണ്ട് ഞാൻ ഇറക്കുന്ന വണ്ടി ആൾക്കാർ വാങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. അതുകൊണ്ട് അവർ അവസാനം വില കുറച്ചതിന്റെ ഈ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടിയുടെ പിന്തുടർച്ചയായിട്ട് ഇറക്കുമ്പോൾ ആ കഴിഞ്ഞ വണ്ടിയുടെ എന്തെങ്കിലും ഒരു ബാക്കി ശേഷിപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ആ വണ്ടിയുടെ എന്തെങ്കിലും ഒരു എസൻസ് അതിനകത്തുണ്ട്. അതിനകത്ത് അതിൻ്റെ ഡാഷ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആൾക്കാർ ഇപ്പോൾ പുറത്തുനിന്ന വണ്ടി നോക്കുക, വണ്ടി ഒരിക്കലും ആൾക്കാർ അകത്തുനിന്നല്ല നോക്കുന്നത്. വണ്ടിയുടെ പഴയ ഡാഷ് പോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. അതിന്റെ ആവശ്യമില്ല. അതിന് ആ വണ്ടി ഞാൻ പറയുന്നില്ല, ഓഫ് റോഡിങ്ങിൽ അത് നല്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളതാണ്. ഈ സമയത്ത് ഇവർ ഈ സാധനം കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തിയ ജിപ്സിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പിലേക്കോ അല്ലെങ്കിൽ അതിന്റെ രൂപസാദൃശ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ പോലെ 3 രീതി വിറ്റ് നോക്കിയേ, ഒരു ബേസ് ഒരു വേരിയന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത സ്ക്രീന് കാര്യങ്ങളൊന്നും പക്ക അത് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റ് നോക്കിയ ആ സാധനം പുട്ടുപോലെ വിറ്റ് പോയാനെ. ഇപ്പൊ മറ്റേ വണ്ടി ഇറങ്ങിയില്ല, അർമാഡയുടെ മറ്റേ സാധനം ഇറങ്ങിയില്ല, പുതിയ റോക്സ് റോക്സ്. അവരത് ആ രീതിയിൽ തന്നെയല്ലേ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്, അർമാഡയുടെ ഇതെന്ന് പറഞ്ഞിട്ട്. അല്ല, അതെന്താന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതിനുള്ളത് വണ്ടി അവരതിനെ താറിന്റെ നീളം കൂടിയെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഉണ്ടല്ലോ ആ വണ്ടി നല്ല വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. അതെന്താണ് അതിന് വില കുറവാ? അല്ല, ഞാൻ എന്താ പറയുന്ന പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതേപോലെ സംഭവിക്കാം. ആൾക്കാർ ഇതായി അവർ വ്യത്യസ്തമായ രീതി ചെയ്ത് കഴിഞ്ഞാൽ മാറാം. താറൊക്കെ കണ്ടില്ല, താറൊക്കെ വിറ്റ് പോകുന്നുണ്ട്. എനിക്ക് വേറെ കാര്യം പറയാം, എനിക്ക് ഒന്നാമത്തെ കാര്യം ഹിമാലയൻ 450 ഇഷ്ടപ്പെടാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെടാതിരുന്നതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന് ഹിമാലയൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഹിമാലയനിലുള്ള ഒരു രൂപസാദൃശ്യം എനിക്ക് അതിന് കാണുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള അത് വേണം. പക്ഷെ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഒരു വാഹനം ഇവോൾവ് ആവുന്നത് അതല്ല, അപ്പോഴല്ലേ അതിനൊരു മെച്യൂരിറ്റി ഉണ്ടാവത്തുള്ളൂ. ഒരേ രൂപത്തിൽ തന്നെ ഇരുന്നുള്ള കാര്യം, ഒരേ രൂപത്തിൽ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് ആണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിന്റെ മുന്നിലുള്ള ആളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ അതിനകത്ത് കൊണ്ടുവരണം. അത് ലുക്കിലായിരിക്കില്ല. ഞാൻ കേട്ട പല ആൾക്കാരും പറഞ്ഞു ഇത് ഹിമാലയൻ എന്ന് വിചാരിച്ചെടുക്കുന്നത്, ഇത് വേറെ വണ്ടിയാണെന്നാണ് ആ സമയത്ത് എല്ലാവരും മിക്ക ആൾക്കാരും പറഞ്ഞു ഞാൻ കേട്ടെ. ഹിമാലയൻ 450 ഹിമാലയൻ അല്ല, ഹിമാലയൻ ആ വണ്ടിക്ക് വേറൊരു ക്യാരക്ടറാണ്. അതായത് പൊന്നം പറയുന്നത് ആ വണ്ടി എന്തിനാണോ അറിയപ്പെട്ടത് അതിന്റെ എന്തെങ്കിലും ഒന്ന് വേണം. അതായത് ഇപ്പൊ ഹിമാലയൻ ആണെങ്കിൽ ഒരു ട്രാക്ടർ എന്ന് എല്ലാവരും പറയാം, അതായത് സിമ്പിളാ ഓടിക്കാൻ 411. ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ പോരായ്മകളൊക്കെ കൂട്ടിക്കടിച്ച് പുതിയൊരു എഞ്ചിൻ ഡിസൈൻ ഇതാക്കി പുതിയ വേറൊരു വണ്ടി ഉണ്ടാക്കി അതിന്റെ ഇതാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന രൂപവും അതിൻ്റെ ഒരു ഫീലും എന്താന്ന് പറഞ്ഞാൽ അത് ഓടിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അതിന് വേറൊരു ഫീലാണ്. ഈ സാധനത്തിന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രൂപസാദൃശ്യമില്ല. ഇത് കുറേ സ്പീഡിൽ പോവാം, വൈബ്രേഷൻ കുറവാ. നമ്മൾ ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ഇറക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ അതാണ് പറഞ്ഞത്, അതിൻ്റെ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോവുക. അല്ലാത്ത പക്ഷം വേറൊരു പേരിൽ ഇറക്കുക സിമ്പിളായിട്ട്. അതിൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇറക്കുന്നതാണ് എപ്പോഴും നല്ലത്, ഇതിൻ്റെ പുതിയൊരു വേർഷൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ തമ്മിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും നമ്മൾ ഒരെണ്ണത്തിൻ്റെ പുറകെ ഇറക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പാരമ്പര്യം നമ്മൾ ഇങ്ങോട്ടേക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം. അല്ലെ അതിൻ്റെ എന്തെങ്കിലും രൂപമോ അല്ലെങ്കിൽ ആകെ തോന്നുന്ന അതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടല്ല, ആ വട്ടത്തിലുള്ള ലൈറ്റ് അവർ എല്ലാ വണ്ടിയിലും ആ ലൈറ്റ് തന്നെ ഉപയോഗിക്കുന്നത്. അതുമില്ല, ടാങ്കിൻ്റെ കാർഡൊക്കെ ഉണ്ട്. പക്ഷെ അതാ പറഞ്ഞ ആ മറ്റേ ഹിമാലയൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഈ സാധനത്ത് കുറച്ചും കൂടെ കേവി ആയിട്ടുള്ള ഷേപ്പാണ്.
അപ്പൊ എന്താ പറയാ, അത് നല്ല വണ്ടി അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ ചിന്തിക്കുന്ന ഇപ്പൊ ഞാൻ മാത്രമല്ലെന്ന് എനിക്ക് ഉറപ്പായി. പേടിക്കണ്ട, പൊന്നന്റെ ചിന്തയ്ക്ക് സമാധാനമായിട്ട് അവർ ഇക്കൊല്ലം അവസാനം 440 ഹിമാലയൻ ഇറക്കും. അത് നോക്കി അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഇതിനും കോട്ടം തട്ട സാധ്യതയുണ്ട്. കാരണം ആൾക്കാർ കുറെ ഇങ്ങോട്ടേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്റ്റൈല് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക്, ഈസി ആയിട്ട് പോകുന്ന ടോർക്കി ആയ ഒരു വണ്ടി ഇഷ്ടമുള്ളവർക്ക് ആ വണ്ടി എടുക്കാം. അപ്പൊ അതാണ് നമ്മൾ എന്താ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സിംപ്ലിസിറ്റിയിലാണ്. അതെ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള വണ്ടികൾ ഇറക്കാനുള്ള ഒരു മനോഭാവം ഈ ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കമ്പനികൾ ഒരു ശ്രദ്ധ കൊടുക്കണം. സിമ്പിൾ വാഹനം അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരേപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമാവാൻ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ പണ്ട് എല്ലാവരും സിമ്പിളായുള്ള എഞ്ചിൻ വെച്ച് ഒരു ടെക്നോളജി വെച്ച് വ്യത്യസ്തമായി വന്നിപ്പോൾ നമ്മൾ ഒരേ വഴിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പെൻഡുലം ഇങ്ങെത്തി. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ടെക്നോളജിയാണ്. ആ സമയത്ത് നേരെ തിരിച്ച് ഒന്നുമില്ലാത്ത പഴയ സാധനങ്ങൾ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അവര് വ്യത്യസ്തമായ എവിടെ വെച്ച്. അതായത് ഇപ്പോൾ മറ്റേ ഇവര് ചെയ്യുന്ന പോലെ മുടിഞ്ഞ വിലയാണ്, എന്നാലും നമ്മുടെ ടൊയോട്ടക്കാര് അമേരിക്കയിലാണ് ഓസ്ട്രേലിയയിലാണ് ഒരു വണ്ടി വെക്കുന്നുണ്ട്, ലാൻഡ് ക്രൂയിസർ 70 സീരീസ് എന്ന് പറഞ്ഞിട്ട്. ഈ 2025 പവർ വിൻഡോ ഇല്ല, എ സി ഉണ്ട്, ഇതില്ല. അതായത് പാട്ട് കേൾക്കാനുള്ള ഒന്നുമില്ലാത്തൊരു, അതായത് ഫാമിൽ ഉപയോഗിക്കാൻ വേണ്ടി. അതേ സാധനമാണ് മറ്റേ സ്ലേറ്റ് ട്രക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഇലക്ട്രിക്കിന് ഇറക്കിയില്ലേ, പവർ വിൻഡോ ഇല്ല. ഈ കറണ്ടിന്റെ ഇലക്ട്രിക്കിന്റെ വണ്ടിയിൽ പവർ വിൻഡോ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതേപോലെ എ സി ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇതേപോലെ പാട്ട് വെക്കുന്ന സാധനം ഇല്ല, പിന്നെ എന്താ ആവശ്യമില്ലാത്ത സ്വിച്ചുകൾ, ഈ മറ്റേ വിൻഡോയുടെ സ്വിച്ച്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ആകെ എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജീപ്പ് എന്താണ് അതേപോലെ ഒരു എഞ്ചിൻ പണിക്ക് വേണ്ടി, ഒരു ചാസി, ഇത് സ്റ്റിയറിംഗ്, ആക്സിലേറ്റർ, ഇത് മാത്രം. അതായത് ഇത് പണിക്ക് ഉപയോഗിക്കുക. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഗുണം ഇത് മോഡുലർ ആയിട്ടുള്ള വണ്ടി, നമുക്ക് ഇതില്ലാത്ത നമുക്ക് മറ്റേ ഇതില്ലാത്ത അതായത് സാധനം ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇത് മാറുകയും ചെയ്യും, ഇതിലേക്ക് പുതിയ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാങ്ങുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു അവസരം കിട്ടുകയാണ് എന്ത് തിരഞ്ഞെടുക്കണം എന്ത് വേണ്ടെന്നുള്ളതിൻ്റെ. അപ്പൊ ഒരു വട്ടം അവൻ അത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത വട്ടം വാങ്ങുന്നവനോട് ഇത് പറയും. 2 ഓപ്ഷനാണുള്ളത്. ഒന്നില്ലെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള, അതായത് ആവശ്യത്തിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ ഉള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക കമ്പനി. അത് ഒരു ഭയങ്കര ഹൈ കൺസ്യൂമർ റേറ്റ് ഉള്ള ഒരു കമ്പനിക്ക് പറ്റത്തില്ല, പ്രാക്ടിക്കൽ അല്ല. അതൊക്കെ ഒരു ഹൈ എൻഡ് കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ, എന്തിനാണ് കസ്റ്റമൈസേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലേറ്റ് കൊടുക്കുക, സ്ലേറ്റ് ടൈപ്പ് വണ്ടി. അതായത് ഒന്നുമില്ല, ബ്ലാങ്ക് സ്പേസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വരച്ചോ എന്നുള്ള രീതിയിലൊരെണ്ണം കൊടുക്കുക. ആകെ വണ്ടിയിൽ എൻജിൻ, ഷാസി, ടയർ ഇത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ബേസിക് ആയിട്ട് ആ വണ്ടി കീ ഓടുക എന്നുള്ള ചിന്ത മാത്രം. പിന്നെ ഇതേപോലെ എയർ ബാഗ് സാധനങ്ങൾ ഇതൊക്കെ ജിമ്നിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരു ബേസ് ഉണ്ട്. ഒന്നുമില്ലാത്തൊരു വണ്ടി, വെറും 4 വീല് ഇതായിട്ടൊരു വില കുറഞ്ഞൊരു വണ്ടി ഇറക്കിയായിരുന്നുണ്ടല്ലോ, കുറേ പേരും കൂടെ എടുത്തേനെ വണ്ടി. പിന്നെ അതുമല്ല കളറുകളിലുള്ള ഓപ്ഷൻ എനിക്കതാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള കളർ ഒരു കറുപ്പ്, ഒരു വെള്ള, ഒരു ചാര കളർ, ഒരു നീല. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പറഞ്ഞാൽ പൊതുവെ എല്ലാ നാട്ടിലും ഈ കളേഴ്സ് എനിക്കറിയത്തില്ല എന്താ, അതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതെന്ന് തോന്നുന്നു. ആ കളറുകൾ ന്യൂട്രൽ ആയിട്ടുള്ള കളറുകളെ, കാരണം അതിനും ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് വണ്ടി ചിലപ്പോൾ വാങ്ങും. അതാണ് മനസ്സിലാക്കണ്ടേ എല്ലാവർക്കും. നമ്മളിങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 2 മാസം കൊണ്ട് കിട്ടേണ്ട വണ്ടി ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് കിട്ടുള്ളതായിരിക്കും. ആദ്യമേ പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഇതാക്കും. ഇത്രയും വലിയ കമ്പനികൾ ഇവരിതെന്താ ചെയ്യുന്നത്, ഇവർ ഷാസി മുഴുവൻ മുക്കിയെടുത്ത് കയറ്റുകയാണല്ലോ. അതിന് പകരം ഒരു പെയിന്റ് ബൂത്തിൽ ഇങ്ങനത്തെ കസ്റ്റം ഓർഡറുകൾ മാത്രം ചെയ്യാനായിട്ട് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങും. ആൾക്കാർ വാങ്ങാതിരിക്കുന്ന ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങും ഇഷ്ടമുള്ള നിറത്തില്. ഇതിനെന്താ വിഷയം തന്നെ, നമുക്ക് അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ സ്വന്തം ഇതൊക്കെ ചെയ്യേണ്ട അവസ്ഥ. ഇത് കമ്പനിയിൽ നിന്ന് ഇഷ്ടമുള്ള പെയിന്റ് അടിച്ച് നമ്മളെ രീതിക്ക് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നെ വേറെ പോയിട്ട് പെയിന്റ് അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിനപ്പം എന്താന്ന് പറഞ്ഞാൽ അവസരം ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് പ്രീമിയംനെസ്, അതായത് എല്ലാം പ്രീമിയം എന്ന് പറഞ്ഞ് കൊടുക്കാതെ നമുക്ക് ആൾക്കാർക്ക് എന്താ വേണ്ടത്, ആൾക്കാർക്കൊരു വണ്ടിയോട് അല്ലെങ്കിൽ ആ കമ്പനിയോടൊരു വിശ്വസ്തത ഉണ്ടാവുകയാണ് ചെയ്യിക്കേണ്ടത്. ഇതിനകത്തിലൂടെ കണ്ടമാന സാധനം വെച്ച് ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത് ഇത് തന്നെ വാങ്ങിപ്പിക്കാതെ അവർക്ക് വേണ്ട സാധനങ്ങൾ കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുക.
ഞാൻ പറഞ്ഞാൽ ഈ കണ്ടമാനം വേരിയൻസ് ഒന്നും ഇറക്കി വിടാണ്ട് ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തി വലിയ വേരിയന്റ് ആക്കി വിടുകയാണ് ഓരോന്നും. അത് ചെയ്യാൻ അവസാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സംഭവം, കുറേയൊക്കെ ഈ ക്യാരക്ടറുള്ള വണ്ടികളെ നശിപ്പിച്ചത് എമിഷനും ഈ ഫ്യൂവലിന്റെ ഈ ഒരു കാര്യമാണ്. കമ്പനികൾക്ക് നല്ല നല്ല വണ്ടികളൊക്കെ ഞാൻ ലൈക്കുക 2.8 ഐക്കോണിക് ആയിട്ടുള്ള നമ്മുടെ ഇവരുടെ എഞ്ചിനാ, ഡീസല്, ഇവരുടെ ടൊയോട്ടയുടെ 2800cc ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള എഞ്ചിനായിരുന്നു അത്. 2800cc ഇന്നോവയിലെ എഞ്ചിൻ അതവർ നിർത്തി. എന്തുകൊണ്ട്? ഈ എമിഷന്റെ ഇതും കൊണ്ട്. അപ്പോൾ കുറേയൊക്കെ അതുകൊണ്ട് കമ്പനികളെ മൊത്തം പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. നമ്മളുടെ നിയമങ്ങളും ഇതെല്ലാം വരുമ്പോഴും ഇതാവും. പിന്നെ വേറൊരു കാര്യം ഇതാണ്, ഞാൻ അവസാനമായിട്ട് നമ്മൾക്ക് ഇരിക്കുന്നത് കുറേ പറഞ്ഞു, അവസാനമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്ത ഇതാണ് എന്നോട് പറയുന്നത്. ഇങ്ങനത്തെ വാഹനങ്ങളെ ആ ഒരു കാലത്ത് തന്നെ അത് വിട്ട് പുതിയതിലേക്ക് മാറുന്നതിൽ തെറ്റില്ല. കാരണം എന്താണെന്നറിയോ, അത് ആ പഴയ കാലത്തെ വണ്ടിയാണെങ്കിലാണ് നമുക്ക് ആ വണ്ടികളുടെ വില എന്താണെന്ന് മനസ്സിലാവുന്നത്. ആ വണ്ടി അന്ന് അവിടെ ഉണ്ടായിരുന്നോണ്ടാണ് ഇന്ന് ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആവാൻ കാരണം. അതായത് അവിടെ അങ്ങനെ ഒരു വാഹനങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് എന്താണ് യഥാർത്ഥത്തിൽ വാഹനങ്ങൾ എങ്ങനെയായിരുന്നു നമുക്ക് അറിയാനൊരു അവസരമുള്ളത്. അവര് ലെജൻസ് ആയിട്ട് അവിടെ മരിച്ചു പോയത് കൊണ്ടാണ് കുറെ വണ്ടികൾ, നല്ല വണ്ടികൾ നമ്മുടെ ഈ ഇൻഡസ്ട്രി, നമ്മുടെ ഈ ഒരു നിരത്തുകളിലൂടെ ഓടി ഇതായത് കൊണ്ടാണ്, അവർ ഇല്ലാണ്ടായി പോയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എത്തിയത്. അതെ, അതിപ്പോ നമ്മുടെ കാര്യമാണെന്ന് നോക്കിയാൽ നമ്മുടെ പൂർവികരുടെ കഷ്ടപ്പാട് ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയത്. അങ്ങനെയാണ് ടെക്നോളജികൾ മാറുന്നത്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന് യന്ത്രമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, നമ്മൾ അതുമായിട്ടൊരു നമ്മൾ ഒന്നാവുകയാണ്. മനുഷ്യനും ആ യന്ത്രവും കൂടെ ഒന്നാവുമ്പോഴാണ് നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നത്. അല്ലാണ്ട് തന്നെ അങ്ങ് പോയിട്ട് കാര്യമില്ല, പോകില്ലല്ലോ സാധനം. അതിനെന്താന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ വണ്ടിയിൽ തിരിച്ചെന്തെങ്കിലും ഒരു സാധനം ഫീഡ്ബാക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താ പറയുക, ആ വണ്ടി നമ്മുടേതായി മാറുകയാണ്. ആ വണ്ടിയായിട്ട് നമ്മൾ കൂടുതൽ അതിനൊരു അവസരം കമ്പനികൾ ഉണ്ടാക്കി തരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഉണ്ടാക്കാൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ ഈ ചോയ്സ് പാരാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറേ എണ്ണം വരും, കുറേ സാധനം വരും, നമുക്ക് എന്ത് വാങ്ങണമെന്ന് അറിയാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പം ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ വേണ്ട, കുറച്ച് ഓപ്ഷൻസ് കൊടുത്താൽ മതി. എനിക്ക് ഇന്ന സാധനങ്ങൾ മതി, എനിക്ക് എൻ്റെ ഈ മാർക്കറ്റിൽ ഇന്ന ആൾക്കാർ ഇത്ര സാധനങ്ങൾ, അപ്പോൾ ഇതിനൊക്കെ അവസരം, എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും സന്തോഷം. അവർ അടുത്ത വട്ടം വേറൊരാൾ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ഇന്ന കമ്പനിയുടെ വണ്ടി വാങ്ങിക്കോളാൻ പറയും. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താന്ന് പറയുക, ലക്ഷറിയും വേണം, ടെക്നോളജിയും വേണം, അതുപോലെ ആ ഒരു വണ്ടിക്ക് ഒരു ആത്മാവും വേണം. നമ്മൾ ഇതിൻ്റെ പുറകെ പോയിട്ട് ആ വണ്ടിയുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതെ അതിനെന്തെങ്കിലും ആത്മാവുള്ള, നമുക്ക് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു വണ്ടികളായെങ്കിൽ ആൾക്കാർ എന്നും ഓർത്തിരിക്കും. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു വണ്ടി ആൾക്കാർ ഓർത്തിരിക്കുമെന്ന്. ഈ ഒരു 2015 ശേഷം ഇറങ്ങിയ വണ്ടികളൊന്നും ആരും ഓർത്തിരിക്കൂല. തുടക്കത്തിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും, പിന്നെ ഒറ്റയടിക്ക് പോകും. അങ്ങനെ മറന്നു പോകുന്ന പാട്ട് എന്തോരം വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, ആരൊക്കെ ഓർത്തിരിക്കുന്നു. നമ്മളിപ്പോൾ അംബാസിഡർ, ജീപ്പ്, ഇതേപോലെ എസ്റ്റീം, അല്ലെങ്കിൽ സിറ്റി, പിന്നെ ഏതാ ലാൻസർ, ഈ സാധനങ്ങളൊക്കെ ഓർത്തിരിക്കുന്നതിന് ഈ വണ്ടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ഐക്കോൺസ് ആണ്, ഒരു ആത്മാവ് ഉണ്ടെന്ന് തന്നിട്ടുള്ള. അതേപോലെ 800 ഇങ്ങനത്തെ സാധനങ്ങൾ അവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ വാഹന നിരത്തുകളിൽ ഐക്കോൺസ്, ലെജൻസ് ആണ് അവര്. കാരണം അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു വണ്ടി എത്ര ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുങ്ങളെ പോലത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ കണ്ടമാനം ഇറങ്ങി, അതായത് ഇത് സെയിം ഇതേപോലെയാ നമ്മുടെ മോഹൻലാലിനും മമ്മൂട്ടിക്ക് ഇത്രയും വയസ്സായി, പക്ഷെ മമ്മൂട്ടിയുടെ ഒരു എന്താ പറയാ ഒരു പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയും വരുന്ന ഒരു 50 കൊല്ലോ 10 കൊല്ലോ അറിയപ്പെടും. അതെന്തുകൊണ്ടാണ്? അത് ഇത്രയും ആ ഒരു എക്സ്പീരിയൻസ് ആണ്, അത്രയും കാലം നിലനിന്നതിന്റെ ഒരു ഇതാണ്. 50 വർഷം അത് ഒരു കാര്യം ഇതാണ്, അവര് വന്ന ഒരു കാലഘട്ടത്തിന് ഒരു പ്രാധാന്യം ഉണ്ട്. അവരത്രയും അവർക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരുടെ കഴിവ് കൊണ്ട് അവരറിയപ്പെട്ടു വന്നതാ. അപ്പൊ എനിക്ക് പറയാനുള്ള അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എല്ലാ വണ്ടികളും ഒരേപോലെ അടിച്ചിറക്കാണ്ട് വ്യത്യസ്തമായ വണ്ടികൾ ഇറക്കണം. അതെ, ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രാവർത്തികമായിട്ടുള്ള വണ്ടികൾ ഇറക്കി. അതായത് ആൾക്കാര് നമ്മുടെ ഈ കമ്പനികളെ, ഈ വണ്ടികളെ ആൾക്കാർ എന്നും ഓർക്കും. ഞാൻ പറയുമ്പോ പൊന്നനി നേരത്തെ പറഞ്ഞൊരു കാര്യം, യൂണിക്കോൺ വണ്ടിയുടെ കാര്യം. എല്ലാ കമ്പനികൾക്കും ഒരു യൂണിക്കോൺ വണ്ടി വേണം. അതായത് അത് ലാഭമല്ല,
നമ്മുടെ ഒരു ഇത് നമുക്ക് ഇത്രയും കഴിവുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നഷ്ടത്തിലാണുള്ള ഒരു വണ്ടി ഇറക്കണം. എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഇത്രയും കോടി, നമ്മുടെ എത്രയുണ്ട് 100-120 കോടി ജനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത് വാങ്ങാൻ ആൾക്കാരുണ്ടാകും. ഇത് ആൾക്കാരില്ലാത്തൊന്നുമല്ല. ആൾക്കാരില്ലാഞ്ഞിട്ടാണ് ഞാൻ ആൾട്ടോയൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നത്. അതെ, അതായത് നിങ്ങളുടെ ഒരു യൂണിക്കോണാണ്. അതൊരു എത്ര ഇറങ്ങിയ വണ്ടികളുടെ ഇടയിൽ യൂണിക്കോൺ ആയിട്ട് ഇറങ്ങിയ ഒരു വണ്ടി. അതായത് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സും സമ്പത്തും വെച്ച് ഒരു നല്ലൊരു വെറൈറ്റി ഒരു മാർക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു എക്സ്പെരിമെന്റൽ വണ്ടി അങ്ങ് ഇറക്കി വിടണം. അതിന് കാണിച്ചു കൊടുക്കണം, ഇതാണ് ഞങ്ങളുടെ കഴിവെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആൾക്കാർ വണ്ടി വാങ്ങും. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. സാധിക്കട്ടെ അല്ലേ? അതെ, നടക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ഈ വണ്ടികൾ ഇറങ്ങട്ടെ മാർക്കറ്റിൽ. എല്ലാം ടെക്നോളജി മാത്രമല്ല, ചില സമയത്ത് സിംപ്ലിസിറ്റി രസം. എപ്പോഴും സ്മാർട്ട് ഫോൺ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ചില സമയത്ത് ടച്ച് കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നത് രസമാണ്. അതായത് ഉപഭോക്താക്കൾക്കും മെക്കാനിക്കുകൾക്കും എളുപ്പത്തിൽ പണി ചെയ്യാനും ഈ ഇതൊന്നും വലിയതില്ലാണ്ടുള്ള ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടികൾ ഇറക്കണം. അതെ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഓരോ വാഹനങ്ങളും ഓടിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്വന്തമായിട്ട് നിങ്ങളും ഈ കാര്യത്തിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആവട്ടെ എല്ലാവരും. അതായത് ജസ്റ്റ് നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് മറ്റൊരാളുടെ ഉള്ളത് നമുക്ക് നേടാന്നല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനം നേടാൻ വേണ്ടി, അതിനുവേണ്ടി അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെ വാങ്ങാനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ വണ്ടിയെ മെരുക്കി നമ്മുടേതാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലാണ് നമ്മളും ആ വണ്ടിയായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ, ആ വണ്ടി നമുക്ക് ഭാവിയിലേക്ക് നോക്കുക, നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ട് നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് ഈ വണ്ടിയൊക്കെ വാങ്ങുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. ഈ വണ്ടി എൻ്റെ അഭിപ്രായത്തിൽ അവസാനം ഞാൻ ഇതും കൂടെ പറഞ്ഞ് നിർത്താൻ പോവുക, A to B എത്തിക്കുന്നതിലുപരി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പോലെ, നമ്മുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു നടന്നാലാണ്. നമ്മളൊരു 50 വർഷം കഴിയുമ്പോൾ ഈ വണ്ടികൾ ഉപയോഗിക്കണം. പണ്ടത്തെ അംബാസിഡർ ഇപ്പോൾ കാണുന്ന പോലെ ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇന്ന് വാങ്ങുന്ന വണ്ടി നിലനിൽക്കണമെങ്കിൽ ഈ എല്ലാവരും ഇറക്കുന്ന പോലത്തെ, എല്ലാവർക്കും ആർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, എന്നാൽ എല്ലാവരും നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ അടിച്ചിറക്കിയ വണ്ടികൾ പോലെ കൂട്ടത്തിൽ പെടുന്ന വണ്ടി ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഓർത്തിരിക്കൂല. അതിനെപ്പോഴും നമുക്ക് എന്താണ്, നമുക്കൊരു ഇത് കാണുമ്പോൾ ആൾക്കാർ നോക്കണം. അതിനെന്താ അതിനൊരു ആത്മാവുണ്ടെങ്കിലാണ് അത് പറ്റുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിന് അങ്ങനത്തെ ഒരു തോന്നലുണ്ട്. ഇത് എല്ലാം പൈസ ഉണ്ടാക്കുക എന്നല്ല. ഇത് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പൈസ വരും? ആൾക്കാർ വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ വണ്ടിക്ക് പൈസ ഉണ്ടാകും. അത് മനസ്സിലാക്കിയാൽ ആത്മാവുള്ള വണ്ടികൾ ഇറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം ആ കമ്പനിയെയും ആ വണ്ടിയെയും എന്നും ആൾക്കാർ മനസ്സിൽ കൊണ്ടു നടക്കും. എന്നാലാണ് നമ്മൾ എന്താ പറയുക, നമ്മളെ ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ മറ്റേ റോബോട്ടുകളെ പോലെ നിരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ, ഒരേ രൂപവും ഒരേ ഇതുമുള്ള ആൾക്കാരെ പോലെ ആയി മാറും. അങ്ങനെ ആവരുത്. അങ്ങനെ ആവാതിരിക്കട്ടെ. കമ്പനികൾക്ക് മനംമാറ്റമൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിഷയം. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റിയ ചർച്ച നടന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.